Hi, good evening. JEE ക്രാഷിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് നമുക്ക് ഏറ്റവും പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ടോപ്പിക് അല്ലെങ്കിൽ വലിയ യൂണിറ്റ് ആണ് ഒപ്റ്റിക്സ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല അല്ലേ? ഒപ്റ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറയാറുള്ളത്. കാരണം മോർ പേജസ് ഓഫ് അവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് അലോട്ടഡ് ഫോർ ഒപ്റ്റിക്സ് ഓൺലി. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗം റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കൂടെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് വേവ് ഒപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താ? വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പ്ലസ് ടുവിൽ നമുക്ക് പഠിക്കാനുള്ള ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൺസെപ്ച്വൽ ആയിട്ടുള്ള ആ ചാപ്റ്റർ ആണെന്ത്? വേവ് ഒപ്റ്റിക്സ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഭയക്കേണ്ടതില്ല വേവ് ഒപ്റ്റിക്സിനെ. കാരണം വേവ് ഒപ്റ്റിക്സ് നമുക്ക് എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വേവ് ഒപ്റ്റിക്സിൽ ഒട്ടും പ്രയാസമുള്ള കാര്യമില്ല. എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് JEE ആണെങ്കിലും NEET ആണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോറിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 1 hour 30 minutes ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 1 hour 30 minutesൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യുന്നത് നമ്മൾ 2021 വന്നിട്ടുള്ള JEEക്ക് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും എന്ന് പറഞ്ഞാൽ അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ് ആണ് JEE 2021 വേവ് ഒപ്റ്റിക്സ് എന്ന് ചോദിച്ചത്. അത് എല്ലാ ഭാഗത്തു നിന്നും കൂടെ ആയിട്ട് 26 പരീക്ഷകളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കവർ ചെയ്യും. അത് ചെയ്യാനുള്ള തിയറിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ചില ഇയേഴ്സിലുള്ള ചില ക്വസ്റ്റ്യൻസിലേക്കും കൂടെ നമുക്കൊന്ന് എത്തി നോക്കാനുള്ള സമയം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1 hour 30 minutes, ഇനി എത്ര സമയമില്ല, ആ മുഴു സമയം നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. മാത്രമല്ല പ്രോബ്ലംസ് ചെയ്യലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഒരുപാട് തിയറി പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ല. മാത്രമല്ല മോസ്റ്റ് ഓഫ് യു ആ തിയറി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ വേണം നമുക്ക് പോകാൻ. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ ഈ ചാപ്റ്ററിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ആരാണ്? അത് ഇന്റർഫറൻസ് ആണ് അല്ലേ? ഇന്റർഫറൻസ് ആണ് ഈ ചാപ്റ്ററിന്റെ വലിയൊരു ഭാഗം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിഫ്രാക്ഷൻ ആണെങ്കിലും പോളറൈസേഷൻ ആണെങ്കിലും ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ആണെങ്കിലും ഒക്കെ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇന്റർഫറൻസ്. ഓക്കെ, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റിൽ എന്താണ് ഇന്റർഫറൻസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇതിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. നമുക്കതിൽ വളരെ പ്രധാനപ്പെട്ട വളരെ കോമൺ ആയിട്ടുള്ള ചില ഇക്വേഷൻസിനെ മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. നോക്കൂ, നമുക്കറിയാം R = √A² + B² + 2AB cos ϕ. ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ശരിക്കും ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇക്വേഷൻ നോക്കൂ. Y1 = A sin ωt, Y2 = B sin ωt plus theta or something else plus phi കേട്ടോ, phi. അപ്പോൾ Y1 = നമ്മൾ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണ്. Y1 = A sin ωt, അതുപോലെ Y2 = B sin ωt plus phi. ഈ രണ്ട് കൊഹിരന്റ് ലൈറ്റ് വേവ്സിനെ നമ്മൾ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും അല്ലേ? ആ ഇക്വേഷന്റെ ആംപ്ലിറ്റ്യൂഡ്, ആ പുതിയ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ അതിന്റെ ഡെറിവേഷനോ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആവൽ വളരെ നിർബന്ധമാണ്. റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് R = √A² + B² + 2AB cos ϕ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റിസൾട്ടന്റ് വെക്ടർ അല്ലെ, വെക്ടർ A പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഫൈ എന്താണ്? ദ ഫൈ ഇസ് ദ ഫേസ് ഡിഫറൻസ്. A and B ആർ ദ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേവ്സ്. ഇനി R = R max ആവലപ്പോഴാണ് ഈ cos യുടെ വാല്യൂ മാക്സിമം ആകുമ്പോൾ. cos ന്റെ മാക്സിമം വാല്യൂ എത്ര? ദാറ്റ് ഈസ് 1. അപ്പോൾ √A² + B² + 2AB എന്ന് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് A + B ഹോൾ² റൂട്ടാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? R max = A + B. R max = A + B. R min = A - B എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ R max by R min എന്താണ്? A + B divided by A - B. A + B divided by A - B എന്ന് കിട്ടും. ഓക്കെ, ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്, അറിയാം നമുക്ക് അല്ലേ?
കാരണം എപ്പോഴാണ് ഇന്റൻസിറ്റി കൂടുക? കൂടുതൽ ലൈറ്റ് കിട്ടുമ്പോഴാണ് കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക. കൂടുതൽ ലൈറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ല, ഇപ്പം ഞാൻ ചുമരിലേക്ക് നോക്കി ഒരു ടോർച്ച് അടിച്ചു, അപ്പോൾ ചുമരിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ എനിക്ക് കാണാൻ തുടങ്ങി, അവിടുത്തെ കുത്തും കോമയൊക്കെ കണ്ടു. ഇനി ഒരു ടോർച്ച് കൂടി അടിച്ചാൽ എന്താ സംഭവിക്കുക? കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കാണും അല്ലേ? അപ്പൊ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂട്ടാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ 2 ടോർച്ച് അടിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പൊ എന്താ ചെയ്തത്? നമ്പർ ഓഫ് ലൈറ്റ് റേസ് കൂട്ടി നമ്മൾ. അതുപോലെ വേവ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയുക? നമ്പർ ഓഫ് ലൈറ്റ് വേവ്സ് കൂടുക. നമ്പർ ഓഫ് ലൈറ്റ് വേവ്സ് കൂടുമ്പോഴാണ് ഇന്റൻസിറ്റി കൂടുക. ഒബ്വിയസ്ലി അവര് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്തുണ്ടാവും? ആംപ്ലിറ്റ്യൂഡ് വലുതാവും. പക്ഷേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഇന്റൻസിറ്റി എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഐ പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണെങ്കിൽ I1 പ്രൊപ്പോർഷണൽ എന്താ? എ സ്ക്വയർ അല്ലേ? I1ന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ I2 പ്രൊപ്പോർഷണൽ ടു ബി സ്ക്വയർ. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റീസ്. I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. It's a very important equation. നിങ്ങൾക്ക് ഇതൊക്കെ ബൈ ഹാർട്ട് ആവേണ്ട ഇക്വേഷൻ ആണ്. I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. നോക്കൂ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ അവസാനത്തിലുള്ള ഈ ടേം, ഈ 2 root I1 root I2 cos phi, ഈ ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർഫറൻസ് ടേം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കൊഹിരന്റ് ലൈറ്റ് സോഴ്സുകളെ സൂപ്പർപോസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ടേം ഉണ്ടാവുള്ളൂ. ഇൻകൊഹിരന്റ് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സിനാണ് നമ്മൾ സൂപ്പർപോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ആരായിരിക്കും? I is equal to I1 plus I2 മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഈ ലാസ്റ്റ് ടേം നമുക്ക് മിസ്സിംഗ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ 2 കൊഹിരന്റ് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സുകളെ സൂപ്പർപോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർഫറൻസ് ടേം ഉണ്ടാവുക. അതർവൈസ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈസ് ദ ജസ്റ്റ് യു നീഡ് ടു ആഡ് അപ്പ് ദ ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റീസ്. I is equal to I1 plus I2 എന്നേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഓക്കെ യെസ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ ഇക്വേഷൻസിനും അത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസോട് കൂടി നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം വരുന്ന എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഓക്കെ, നോക്കൂ, ഫോർ ഇൻകൊഹിരന്റ് വേവ്സ് cos phi varies continuously and average value of cos phi will be 0. ഞാൻ പറഞ്ഞു നമ്മൾ I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. അപ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ഇന്റർഫറൻസ് നടക്കുമ്പോൾ കൊഹിരന്റിൽ നിന്ന് വരുമ്പോൾ. ഇൻകൊഹിരന്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? I is equal to I1 plus I2 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ടൈം ഉണ്ടാവില്ല. ഓക്കെ, നൗ അഗൈൻ സി I is equal to I max ആവുന്നത് എപ്പോഴാണ്? നമ്മളെ ഇക്വേഷനിൽ ഏതാ ഇക്വേഷൻ? ഈ ഇക്വേഷൻ നോക്കിയിട്ട് പറയണ്ട് I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. 2 root I1 root I2 cos phi. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് I is equal to I max ആവുന്നത് എപ്പോഴാണ്? cos phi ന്റെ വാല്യൂ മാക്സിമം ആവുമ്പോൾ. cos phi ന്റെ മാക്സിമം വാല്യൂ ആവുമ്പോൾ ഇത് നിങ്ങൾക്ക് 1 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? root I1 the whole square. ഇത് root I2 the whole square plus 2 into root I1 root I2 എന്ന് പറയാമല്ലോ. യെസ്, എന്ന് വെച്ചാൽ എന്താ? root I1 plus root I2 the whole square. It is nothing but root I1 plus root I2 the whole square. അപ്പോൾ നമുക്ക് Imax എന്ന് പറയുന്നത് ഇവിടെ Imax എന്ന് പറഞ്ഞാൽ root I1 plus root I2 the whole square. അതുപോലെ നോക്കൂ, I is equal to I min when cos phi is equal to -1. അപ്പോൾ നിങ്ങൾക്ക് I min എന്താ കിട്ടുക? root I1 minus root I2 the whole square. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? Yes, now I max by I min is equal to root I1 plus root I2 the whole square whole divided by root I1 minus root I2 the whole square. Okay. Now see again we have the equation I is equal to I1 plus I2 plus 2 root I1 root I2 cos phi. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിലെ I1 I2 ഈക്വൽ ആണ്. രണ്ട് ലൈറ്റിന്റെയും ഇന്റൻസിറ്റി ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ I0 എന്ന് വിളിക്കാം. അപ്പൊ ഈ ഇക്വേഷനിൽ എന്താ മാറ്റം ഉണ്ടാവുക? I0 plus I0 plus 2 I0 cos phi എന്ന് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ഫേമസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് I is equal to 4I0 cos square phi by 2. I is equal to 4I0 cos square phi by 2. ഓക്കെ, again see I max നോക്കൂ, I proportional to R square നമ്മൾ നേരത്തെ കണ്ടു. I proportional to R square. അപ്പൊ I max proportional to എന്താ? R max square അല്ലേ? R max square. R max ആരാ? നമ്മൾ നേരത്തെ കണ്ടു A plus B whole square. അപ്പൊ I max proportional to R max square or I max proportional to A plus B whole square. Similarly, I min proportional to R min square. I min proportional to A minus B the whole square.
Okay, and finally we got I max by I min is equal to a plus b the whole square divided by a minus b the whole square. ഇതൊക്കെ ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്ക് ഈ കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി വേണം നിങ്ങൾ ആ ഓരോ പ്രോബ്ലത്തെയും നിങ്ങൾ സമീപിക്കാൻ എന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ. എല്ലാവരും നോട്ട്ബുക്കും പേനയും ഫുൾ എക്യുപ്ഡ് ആയിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ കേട്ടോ. ഫുൾ എക്യുപ്ഡ് ആയിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The light waves from two coherent sources have same intensity. I1 equal to I2 equal to I0. Okay. In interference pattern, the intensity of light at minima is 0. What will be the intensity at maxima എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. കോഹിരന്റ് സോഴ്സിൽ നിന്നാണ്, സെയിം ഇന്റൻസിറ്റി ആണ്. I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0 ആണ്. ഓക്കെ, ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്റൻസിറ്റി അറ്റ് മിനിമ 0 ആണ്. മിനിമ ഇന്റൻസിറ്റി 0 ആണ്. വാട്ട് വിൽ ബി ദ ഇന്റൻസിറ്റി അറ്റ് മാക്സിമ? അപ്പോൾ ഐ മാക്സ് എന്താണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. നോക്കൂ, ക്വസ്റ്റൻ എവിടെ ചോദിച്ചതാണ്? August 27 JEE 2021 ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്യാവുന്നതാണ്. ഐമാക്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഐമാക്സിന് നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആരാ? I1 തന്നിട്ടുണ്ട്, I2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, ഐമാക്സിന്റെ ഇക്വേഷൻ എന്താ? I1ന്റെയും I2ന്റെയും ടേമിലുള്ള ഐമാക്സിന്റെ ഇക്വേഷൻ കൊടുക്കുക. ദാറ്റ് മീൻസ് ഐമാക്സ് ഇസ് ഈക്വൽ ടു √I1 പ്ലസ് √I2 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ നമ്മൾ പഠിച്ചത്? നേരിട്ട് അപ്ലൈ ചെയ്താൽ നോക്കൂ, 2 ലൈനിൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. Only 2 lines, that is √I0 plus √I0 the whole square, that is equal to 2 √I0 the whole square, that is equal to 4I0 is the right answer. 4I0 is the right answer. മനസ്സിലായോ? 4I0യുടെ ഓപ്ഷൻ ഡി. വെരി ഗുഡ്. ഗോപിക, ഷിഫാന, അതുപോലെ വിഷ്ണു, ഒരുപാട് പേര് ആദ്യമേ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ JEE ആണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. JEE ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഈസി ആയിട്ട്, വളരെ മനസാന്നിധ്യത്തോടു കൂടി ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നോക്കൂ. The difference in the number of waves when yellow light propagates through air and vacuum columns of the same thickness is 1. Okay, the thickness of the air column is dash millimeter. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടില്ല. ന്യൂമറിക്കൽ ഓപ്ഷൻ ടൈപ്പ് ആണ്. 2021 ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ തന്നിട്ടുണ്ട്. എയറിനെ അപ്പോൾ 1 ആക്കി എടുക്കരുത് കേട്ടോ. കാരണം ഇവിടെ എയറും വാക്വം ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എയറിനെയും നിങ്ങൾ 1 ആക്കി എടുക്കരുത്. വേവ് ലെങ്ത് ഓഫ് യെല്ലോ ലൈറ്റും വാക്വം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് വേവ്സ്. ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, അതിനെ നമ്മൾ ഒരു വേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെൻ യെല്ലോ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എയർ ആൻഡ് വാക്വം കോളംസ് ഓഫ് സെയിം തിക്നെസ് ഈസ് 1 എന്നാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. യെസ്, നോക്കൂ, ഇതാണ് നമ്മുടെ ജനറൽ തിക്നെസ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ തിക്നെസ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലുള്ള എയർ കോൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ വാക്വം കോൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതുപോലെ ഒരു വാക്വം കോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറലി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് പറയാം. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള നോക്കൂ, വേവ് നോക്കൂ, ഈ രൂപത്തിലാണല്ലോ വേവ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇതുവരെ ഇത്രയും ഒരു വേവ്, അതുപോലെ നോക്കൂ ക്രസ്റ്റ്, ട്രഫ് 2, ഓക്കെ ക്രസ്റ്റ്, ട്രഫ് 3, ഓക്കെ 4 വേവ്സ് ആണ് ഇത് അവിടെ ഉള്ളത്. 4 ലാംഡ. ഓക്കെ, 4 ലാംഡ. അപ്പൊ ഇത് എയർ കോൾ ആണെന്ന് എഴുതിക്കോളൂ. അപ്പോൾ വാക്വത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 1 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് വേവ്സ് വെൻ യെല്ലോ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എയർ ആൻഡ് വാക്വം കോളംസ് ഓഫ് സെയിം തിക്നെസ് കൊണ്ട് ഉദ്ദേശിച്ചതാണ് കേട്ടോ, അതിന്റെ ലെങ്ത് ആണ്.
ദ തിക്നെസ് ഓഫ് ദ എയർ കോളം ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇനി ആ കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് എഴുതാം. ഞാനൊരു കാര്യം കൂടെ അവിടെ ചെയ്യാം, ഒരു ലൈനും കൂടെ വരച്ചാൽ നമുക്ക് കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, യെസ്, നോക്കൂ, 1 2 3 4 എന്നുള്ള നമ്പർ നമ്മൾ ജസ്റ്റ് കൊടുത്തതാണ് കേട്ടോ. പറയാം. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വാക്വം അതുപോലെ എയർ കോളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റും. കാരണം രണ്ടും ഒരേ വേവ് ലെങ്ത് ലൈറ്റ് ആണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്, അതായത് യെല്ലോ ലൈറ്റ് ആണ്. പക്ഷെ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേവ് ലെങ്ത് മാറും, അറിയാലോ. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കൂടുതൽ? എയറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം. ക്ലിയർ? അപ്പോൾ എയറിൽ എന്ത് സംഭവിക്കും? എയറിൽ നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണോ കൂടുതൽ, ഫ്രീക്വൻസി രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ് അല്ലേ? n ഈസ് ഈക്വൽ ടു c/v അല്ലേ ഇക്വേഷൻ? ഓക്കെ, ദിസ് ഈസ് c/v. അപ്പോൾ ഇവിടെ c-നെ കുറിച്ചിട്ട് നമ്മൾ നോക്കണ്ട. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിൽ വെലോസിറ്റി എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഏത് മീഡിയത്തിലാണോ റിഫ്രാക്റ്റീവ് കൂടുതലുള്ളത് അവിടെ വെലോസിറ്റി കുറവ്. വെലോസിറ്റി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി കുറയാണ്, വേവ് ലെങ്ത് കുറവായിരുന്നു. അപ്പോൾ വേവ് ലെങ്ത് എവിടെ കുറവുണ്ടാവുക? വേവ് ലെങ്ത് കുറവ് ഇവിടെ എയറിലാണ്. അപ്പൊ എയറിലുള്ള നമ്പർ കൂടുതലായിരിക്കും. കാരണം എയറിൽ ഇത്രയാണ് ഉള്ളതെങ്കിൽ, ഇതിന്റെ ലെങ്ത് ഇത്രയാണെങ്കിൽ, ഇത് വാക്വത്തിലാവുമ്പോൾ നോക്കൂ, അത് ഇത്ര ഉണ്ടാവും, അതിനേക്കാൾ നീളം കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എഴുതുന്നു. ഈ ഒരു തിക്നെസ്സിൽ, അതായത് ഈ ഒരു തിക്നെസ്സിൽ നമുക്കുണ്ടാവുന്നത് n ലാംഡയാണ് വാക്വത്തിലെങ്കിൽ, വി സ്റ്റാൻഡ് ഫോർ വാക്വം, n ലാംഡയാണ് വാക്വത്തിലെങ്കിൽ അത് എയറിലെത്തുമ്പോൾ എത്ര ഉണ്ടാവും? n+1 ലാംഡ ആയിരിക്കും അത് എയറിൽ ഉണ്ടാവുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ ബാക്കി ഫിസിക്സ് കഴിഞ്ഞു, ഇനി നമുക്ക് മാത്തമാറ്റിക്സ് ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലായോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു റിലേഷനാണ്. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് മക്കളെ ടൈം എടുത്തോളൂ. കാരണം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഓടിപ്പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്ന സർ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ അപ്ലോഡ് ചെയ്യാം? ഓക്കെ, ഞാനത് അന്വേഷിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് നിലവിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാം കേട്ടോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ചോദിക്കേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയോ? കാര്യങ്ങൾ ഓക്കെയാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ സ്റ്റെപ്പ് എഴുതുക. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റണം. ഒന്ന് പെട്ടെന്ന് ചെയ്യൂ നിങ്ങൾ. യെസ്, n ലാംഡ വാക്വം ഈക്വൽ ടു n+1 ലാംഡ എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കൊടുക്കാം n+1 ഇൻറ്റു ഇവിടെ നമുക്ക് ഇവിടെ നോക്കൂ, ലാംഡ വാക്വം ഡിവൈഡഡ് ബൈ NA എന്ന് ഞാൻ കൊടുക്കുകയാണ്. കാരണം n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? n ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ വാക്വമാണ് ഒന്ന്, രണ്ടാമത്തത് അല്ലേ, നമ്മൾ സ്നെൽസ് ലോയിൽ പഠിച്ചത് n2 ഡിവൈഡഡ് ബൈ n1 ഈസ് ഈക്വൽ ടു λ2 ഡിവൈഡഡ് ബൈ λ1 എന്ന് പഠിച്ചിട്ടില്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ലാംഡ എയറിനെ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഇവിടെ ഇത് എയർ ആണെങ്കിൽ ഇത് വാക്വം ആണ്. അപ്പൊ ഇവിടെ എയർ ഡിവൈഡഡ് ബൈ വാക്വം എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ വാക്വം. അപ്പൊ നമുക്ക് ലാംഡ എയറിനെ നമുക്ക് എന്ത് എഴുതാം? ലാംഡ എയർ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് എന്ത് എഴുതാം? പെട്ടെന്ന് നോക്കൂ, ഇവിടെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് എഴുതാം. നോക്കൂ, n ഈസ് ഈക്വൽ ടു c/v, ആണ്. അപ്പൊ n1 ഈസ് ഈക്വൽ ടു എന്താ? c/v1. n2 ഈസ് ഈക്വൽ ടു എന്താ? c/v2. അപ്പൊ n2 ഡിവൈഡഡ് ബൈ n1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? n2 ഡിവൈഡഡ് ബൈ n1 ഈസ് ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ v2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ λ1 ഡിവൈഡഡ് ബൈ λ2. ഓർമ്മല്ലേ? ഓക്കെ. ഈ രൂപത്തിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ലാംഡ n വാക്വം ഡിവൈഡഡ് ബൈ n എയർ എന്ന് പറഞ്ഞാൽ ലാംഡ വാക്വം ഡിവൈഡഡ് ബൈ ലാംഡ എയർ എന്ന് കൊടുത്തൂടെ? യെസ്. അപ്പൊ അതുകൊണ്ട് നോക്കൂ, ഇവിടെ ലാംഡ എയറിനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ലാംഡ എയർ ഈസ് ഈക്വൽ ടു
ലാംഡ വി ഇൻറ്റു എൻ വി ഡിവൈഡഡ് ബൈ എൻ എ എന്ന് നമുക്ക് കൊടുക്കാം. എൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ആണ്. അപ്പോൾ ലാംഡ എയറിനെ നമുക്ക് എന്തെഴുതാം? ലാംഡ എയർ ഈസ് ഈക്വൽ ടു നമുക്ക് എവിടെ ഒരു മിസ്സിങ് പറ്റുമോ? എൻ വി ഡിവൈഡഡ് ബൈ എൻ എ ഈസ് ഈക്വൽ ടു ലാംഡ വി ബൈ ലാംഡ എ. ലാംഡ എ ഈക്വൽ ടു എൻ വി നമ്മൾ അങ്ങോട്ട് എടുത്ത പൊസിഷൻ മാറി ഡിനോമിനേറ്ററിലേക്ക് പോകണം. ദാറ്റ് ഈസ് ലാംഡ വി എയർ ഈസ് ഈക്വൽ ടു എൻ വി അവിടെ ഓൾറെഡി ഉണ്ട്, മറ്റേ ആൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ അങ്ങോട്ട് പോകുമ്പോൾ എൻ എ ഡിവൈഡഡ് ബൈ എൻ വി, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? എൻ വി ഡിവൈഡഡ് ബൈ എൻ എ എവിടുന്ന ഇക്വേഷൻ വന്നതെന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. എൻ എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എന്നും ഈ എന്നും തമ്മിൽ മാറരുത് കേട്ടോ. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഉദ്ദേശിച്ചത്, ഇത് നമ്പർ ഓഫ് വേവ് ലെങ്ത് ആണ്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് എൻ എ എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ നൗ കാര്യങ്ങൾ ഓക്കെ. എൻ എ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 എൻ ഇൻറ്റു, കാരണം ലാംഡ വി അപ്പുറം ക്യാൻസൽ ചെയ്തു അല്ലേ? ഇവിടെ ലാംഡ വി എന്ന് കിട്ടി, അത് തമ്മിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളതാരാ? എൻ ദാറ്റ് ഈസ് ഈക്വൽ എൻ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നിടത്ത് വളരെ കെയർഫുൾ ആവുക, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. നോക്കൂ, ദാറ്റ് ഈസ് എൻ എ -1, കാരണം എന്നിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ദെർഫോർ 1/n ഈസ് ഈക്വൽ ടു na-1. റെഡി അല്ലേ? 1/n ഈസ് ഈക്വൽ na-1 ഓർ n ഈസ് ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 1/na-1 എന്ന് കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. 1 ഡിവൈഡഡ് ബൈ 1.003 -1 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും. ശരിയല്ലേ? 3 ഇൻറ്റു എത്ര ഡെസിമൽ പ്ലേസ് ഉള്ളത്? ഓക്കെ 3 ഇൻറ്റു 10⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓവർലാപ്പ് ചെയ്യേണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁴ മേലെ കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 3 മനസ്സിലായല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 3 ഓക്കെ. ഇനി നോക്കൂ, നമുക്ക് തിക്നെസ്സിലേക്ക് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള n ആണ്. ഇനി ഇത് നമ്മൾ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. കാരണം നോക്കൂ, ഈ തിക്നെസ് എന്ന് പറയുന്നത് ലെറ്റ് ദിസ് തിക്നെസ് ഈസ് ടി. അപ്പൊ ടി ഈസ് ഈക്വൽ എന്താ? n ലാംഡ. കാരണം നമ്മുടെ എയറിലുള്ള നമ്മുടെ അടുത്തുള്ള വാക്വത്തിലുള്ളത്. അപ്പൊ n ലാംഡ ഈസ് ഈക്വൽ, ഞാൻ ബാക്കി ഇവിടെ എഴുതാണ്. നോക്കൂ, ടി ഈസ് ഈക്വൽ ടു n ലാംഡ. ആ n-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 10⁻⁴ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നോക്കൂ ഇൻറ്റു ആ ലാംഡന്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6000 ആങ്സ്ട്രോം. 6000 ആങ്സ്ട്രോം ഇൻറ്റു 10⁻⁻10. നോക്കൂ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2 6 3 രണ്ടെണ്ണം. അപ്പൊ 2 ഇൻറ്റു ഇവിടെ 4 5 6 7 ഓക്കെ ഇൻറ്റു 10⁻⁻3 എന്ന് കിട്ടി. അത്ര മീറ്റർ. Therefore the answer is 2 millimeter എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും. And the answer is nothing but 2 is the right answer. ഓക്കെ, ഒന്ന് ശരിക്കും നോക്കണേ. നിങ്ങൾ ശരിക്കും നോക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കാരണം അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേക്കും അതൊക്കെ മനസ്സിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ നേരിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? റെഡി ഓക്കെ. അപ്പൊ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ ചെയ്തത്? ആകെ ഒരു സ്റ്റെപ്പിലാണ് ഇതിന്റെ ഫിസിക്സ് കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ജസ്റ്റ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്ട് ചെയ്തിട്ടുള്ള ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തിനു എഴുതിയാണ്? n1/n2 ഈസ് ഈക്വൽ ടു λ1/λ2 എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വേണ്ടിയിട്ട് മാത്രം എഴുതിയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇത് കണ്ടിട്ട് പേടിക്കരുത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ നേരിട്ട് വരുന്ന ഇക്വേഷൻ എവിടുന്ന് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യമാണ്. ഓക്കെ യെസ്, ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ആകെ ഇത് മാത്രമാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവണം.
ഇത് ക്ലിയർ ആണെങ്കിൽ ബാക്കി ഭാഗങ്ങളൊന്നും പ്രശ്നമല്ല. ഇതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തെന്താ, ഇവിടെ നോക്കൂ, എയറിലുള്ള വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടില്ല, വാക്വത്താണ് തന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എയറിലുള്ളത് തരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പറയൂ, അതിനെയും കൂടെ വാക്വത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ലാംഡ എയറിനെ നോക്കൂ, ലാംഡ വാക്വം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ എയർ കൊടുത്തു. കാരണം അതിന് കുഴപ്പമില്ല, ആ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അതിനാണ് ഈ സ്റ്റെപ്പ് ചെയ്തത്. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചത്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ലാംഡ വി നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി എൻ എൻ അങ്ങോട്ട് കൊണ്ടുവന്നു, എൻ ഇൻറ്റു എൻ എ ഈക്വൽ ടു എൻ പ്ലസ് 1. ഇനിയുള്ളത് സിമ്പിൾ മാത്തമാറ്റിക്സ് മാത്രമല്ലേ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടെത്തുന്നത്, നമ്പർ. ആകെ നോക്കൂ എത്ര നമ്പർ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തി. അതായത് ഇവിടെയുള്ള ഇതിന്റെ എണ്ണം നമ്മൾ കണ്ടെത്തി. കാരണം ഈ ഇക്വേഷനിലെ ഈ എൻഡുകളാണ് നമ്മൾ ഇവിടെ കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് അതിന് വേവ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ മൊത്തം ലെങ്ത് കിട്ടി. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, നോ കൺഫ്യൂഷൻ. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, the coherent light sources having intensity in the ratio 2x produce an interference pattern. The ratio I max minus I min divided by I max plus I min will be. Again നോക്കൂ, 2021 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2021 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളൊന്ന് ചെയ്യാനൊരു അറ്റംപ്റ്റ് നടത്തൂ. എന്നിട്ട് ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്യും. ഇന്റൻസിറ്റി റേഷ്യോ ആണ് 2x എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, I1 ഡിവൈഡഡ് ബൈ I2 ഈക്വൽ ടു ആണ് 2x. അപ്പൊ ഇതിൽ നിന്ന് 2x ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പൊ നമുക്ക് I1 പ്രൊപ്പോർഷണൽ ടു 2x നമുക്ക് എഴുതാം. അല്ലെങ്കിൽ I1 ഈക്വൽ ടു, ഞാൻ കോൺസ്റ്റന്റിനെ 1 ആക്കി എടുത്തിട്ട് എഴുതുന്നു, I1 ഈക്വൽ ടു 2x, ദെൻ I2 ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ കൊടുത്തു. ഇനി നേരെ നമ്മുടെ ഇക്വേഷനോട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയി. ഡയറക്റ്റ് ഏതാണത്, I1ന്റെയും I2ന്റെയും ടേമിൽ നമ്മൾ Imaxനെയും Iminനെയും എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, Imax മൈനസ് Imin ഹോൾ ഡിവൈഡഡ് ബൈ Imax പ്ലസ് Imin. നമ്മൾ എഴുതുമ്പോൾ തെറ്റ് വരുന്നില്ല എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന മിസ്റ്റേക്ക് വരുന്നത്. കാരണം ലെങ്തി ആയിട്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, എന്താ ഐമാക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യ ഇക്വേഷൻ ഇതാണ്, Imax ഇസ് ഈക്വൽ ടു റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. കാരണം അത് രണ്ടും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൈനസ് റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്, എഗെയിൻ റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് I1 നോക്കൂ, റൂട്ട് 2x എന്നല്ലേ കിട്ടുന്നത്. ദാറ്റ് ഈസ് റൂട്ട് 2x പ്ലസ് 1ന്റെ റൂട്ട് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എഗെയിൻ റൂട്ട് 2x പ്ലസ് 1 സോറി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എഗെയിൻ നോക്കൂ, ഇവിടെ റൂട്ട് ഓഫ് 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 2x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. നമ്മൾ തിരക്ക് പിടിച്ച് ഒറ്റടിക്ക് എഴുതി നമ്മൾ പ്ലസും മൈനസും ഒന്നും മിസ്സായി പോകരുത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നോക്കൂ, ഇതിനെ നമുക്ക് നിങ്ങൾ പലരും ആൻസർ പറയുന്നുണ്ട് a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് അല്ലേ. ഇവിടെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടാം, എ സ്ക്വയർ അപ്പൊ എത്രയാണ് 2x സ്ക്വയർ. സോറി, രണ്ടും റൂട്ടിന്റെ ഉള്ളിലാണ്, 2x. അപ്പൊ 2x പ്ലസ് 1 a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x ഇൻറ്റു 1 അല്ലേ, മൈനസ് എഗെയിൻ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, 2x പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ
Again, ഇവിടെ നമുക്ക് ഉണ്ടാവുക 2x the same value, same, that 2 into root of 2x. കാരണം a plus b whole square ആണ്, പ്ലസ് ആണ് ഇവിടെ, പ്ലസ് ഇവിടെ എന്താണ്, ഇവിടെ 2x plus 1 minus 2 into root of 2x. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടേണ്ടതാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് നോക്കൂ 2xും ഇവിടെ മൈനസ് 2xും ക്യാൻസൽ ചെയ്യാം, 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരാ ക്യാൻസൽ ചെയ്യാനുള്ളത്? ഇവിടെ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x ഉണ്ട്, ഇവിടെ മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x ഉണ്ട്, ക്യാൻസൽ ചെയ്തു. അവരെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആരുള്ളത്? ഇവിടെ ഒരു 2 ഇൻറ്റു റൂട്ട് 2x ഉണ്ട്, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ്, ഈ മൈനസും പ്ലസ് ആയി. അപ്പൊ ആകെ എത്ര റൂട്ട് 2x ഉണ്ട്? 4 ആയി. അപ്പോൾ 4 ഇൻറ്റു റൂട്ട് 2x ഹോൾ ഡിവൈഡഡ് ബൈ, പിന്നെ ആരുള്ളത്? ഇവിടെ 2x, അപ്പോൾ ഇത് 4x പ്ലസ് 2 അല്ലേ? യെസ്, ഇറ്റ് ഈസ് 4x പ്ലസ് 2. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ആൻസറിലുണ്ടോ? ഓക്കെ, നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം അല്ലേ? 2 ക്യാൻസൽ ചെയ്താൽ ന്യൂമറേറ്ററിന് 2 പോയാൽ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x ഡിവൈഡഡ് ബൈ, ഇവിടെ 2 പോയി കഴിഞ്ഞാൽ 2x പ്ലസ് 1. ഇത് ആൻസറിലുണ്ടോ? ചെക്ക് ചെയ്യൂ. റൂട്ട് ഓഫ് 2 റൂട്ട്, no, yes, option D is the right answer. Yes, option D, you got it. Option D is the right answer. Option D. മനസ്സിലായോ? സിമ്പിൾ. നോക്കൂ, ആകെ ഈ ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയേണ്ട വിഷയമേ ഇതിലുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളുടെ മാത്തമാറ്റിക്സേ അവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഫിസിക്സിന് വേറെ റോളൊന്നുമില്ല. ഫിസിക്സിന്റെ റോൾ അതോടുകൂടി കഴിഞ്ഞു. ഈ ഇക്വേഷൻ ഓർത്തു വെക്കുന്ന ഒരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഇക്വേഷൻ എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുമില്ല. ഓക്കെ, യെസ്, നമുക്ക് അടുത്തയിലേക്ക് നീങ്ങാം. ഈ നോക്കൂ, ഇനി YDSയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ്സ് ഫോം ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇവിടെ ഞാനൊരു സ്ക്രീന് കാണിച്ചിട്ട് നോക്കൂ, ദിസ് ഈസ് ദ സ്ക്രീൻ. അതുപോലെ തന്നെ ഇവിടെ 2 സ്ലിറ്റുകൾ. യെസ്, നോക്കൂ, S1 S2 സ്ലിറ്റുകൾ കൊടുത്തു. സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ആ പോയിന്റിലേക്ക് S1ൽ നിന്നും S2ൽ നിന്നും ലൈറ്റ് വേസ് എത്തുന്നു. അപ്പോൾ ആ പോയിന്റിൽ ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ ഉണ്ടാവേണ്ടത്? അതിന്റെ കണ്ടീഷനാണ് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ ഇവിടെ എത്തുമ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n πയിലായിരിക്കും. 2n π where n is equal to 0, 1, 2 etc. ആ രൂപത്തിലാണ് ഇവിടെ വരുന്നതെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് എ ബ്രൈറ്റ് ബാൻഡ്. നോക്കി, ഇവിടെ എത്തുമ്പോഴുള്ള ഫേസ് ഡിഫറൻസ് 2n π ഓർഡറിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് എക്സ്പെക്ട് ചെയ്യാം? ബ്രൈറ്റ് ബാൻഡ് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതിന്റെ പാത്ത് ഡിഫറൻസ് ആണെങ്കിലോ Δx is equal to n lambda where n is equal to 0, 1, 2, 3 etc. n is equal to 0, 1, 2, 3 etc. മറന്നു പോകരുത്. അപ്പോൾ ഇത് ഓർത്തു വെക്കണം, പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഇവിടെ n is equal to 0, 1, 2, 3 ആണ്. ഓക്കെ, ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് നോക്കൂ, 2n - 1π n is equal to 1, 2, 3 etc. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാലും 5 is equal to 2n + 1π n is equal to 0, 1, 2 etc. എന്ന് പഠിച്ചാലും അത് കറക്റ്റ് ആണ്. ഈ ഒരു ഘട്ടത്തിൽ അത് കറക്റ്റ് ആണ്. പക്ഷേ കാരണം ഈ ഇക്വേഷൻ ഓക്കെയാണ്, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ പഠിച്ചു വെക്കണം. കാരണം ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിന് സമാനമായ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. 8ാമത്തെ ഡാർക്ക് ബാൻഡിലേക്ക് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നിടത്ത് n = 8 നിങ്ങൾ ഇതുവഴിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ n = 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 9ാമത്തേതിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളോട് സജസ്റ്റ് ചെയ്യുന്നത്, ഒരിക്കലും നിങ്ങൾ ഈ ഇക്വേഷൻ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഡാർക്ക് ബാൻഡ് ആണോ, നിങ്ങൾ ഈ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കുക. ഇന്റർഫറൻസിൽ, നോട്ട് ഇൻ ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസിൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കുക. n = 1, 2, 3 കൊടുക്കുക. അതുപോലെ ഫേസ് പാത്ത് ഡിഫറൻസ് നോക്കൂ, 2n - 1 λ/2 n = 1, 2, 3. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈനസ് ഉള്ളതും, അതായത് ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസിൽ ഡിസ്ട്രക്റ്റീവിന്റെയും കൺസ്ട്രക്റ്റീവിന്റെയും സിറ്റുവേഷൻസ് കേട്ടോ. അപ്പോൾ ഇനി ഇന്റർഫറൻസിൽ കംപ്ലീറ്റ് ഏതാണ്? ഡാർക്ക് ബാൻഡിന്റെ കേസിൽ കംപ്ലീറ്റ് നമ്മൾ മൈനസിലുള്ള ഇക്വേഷൻ ആണ് n = 1, 2, 3. n = 0 എവിടെ പോയതാ? n = 0 പറഞ്ഞാൽ 0th ബാൻഡ്. 0th ബാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. അത് ഓൾറെഡി ബ്രൈറ്റ് ആയി. പിന്നെ n = 0 എന്ന് പറഞ്ഞ ഒരു സാധനം ആർക്കില്ല, ഡാർക്ക് ബാൻഡിനില്ല. ദാറ്റ് ഈസ് ഫോർബിഡൻ. അത് ഫോർബിഡൻ ആണ് കേട്ടോ. ഓക്കെ, നോക്കൂ,
ഇനി അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കൂ, മിനിമൽ ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുള്ളൂ, കാരണം നമ്മുടെ സമയം അത്രയും പരിമിതമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതിലൊരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇനി നോക്കൂ, ഇതിന് nth ഡാർക്ക് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് nth ബ്രൈറ്റ് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് nth ബ്രൈറ്റ് ബാൻഡ്. ഇപ്പോൾ 7th ബ്രൈറ്റ് മാക്സിമത്തിലേക്ക് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? yn = n d λ/d. അപ്പോൾ ഇതൊന്നും അറിയാതെ ഒരിക്കലും പോകരുത്, കാരണം 2021 JEE അടക്കം ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാതെ ഇതൊന്നും ഡിറൈവ് ചെയ്ത് കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് പോലും ആ കുട്ടി ഈ ഇക്വേഷൻ ബൈഹാർട്ട് ആവൽ നിർബന്ധം, കാരണം ഫുള്ള് മനസ്സിലാക്കി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കി, ഇത് ബ്രൈറ്റ് ബാൻഡ് ആണ്. അപ്പൊ n = 0, 1, 2 etc. ഓക്കെ, യെസ്, മറന്നു പോയത്. ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അവിടെ +3 ഇക്വേഷൻ ആയിരുന്നു ഫോളോ ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ 2n + 1 d λ/2d n = 0, 1, 2, 3 എന്നാ കിട്ടുക. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? n = 5 എന്ന് നിങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 5th ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല കിട്ടുക, 6th ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുക. അപ്പോൾ മനസ്സിലായോ? അതാണ് ആ ഇക്വേഷന്റെ പ്രശ്നം. നേരെ മറിച്ച് ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ 2n - 1 d λ/2d n = 1, 2, 3. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ഇക്വേഷനിലേക്ക് എത്തും. നൗ ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്ത് നമുക്കറിയാം. ഇന്റർഫറൻസിൽ ബ്രൈറ്റ് ബാൻഡുകൾക്കും ഡാർക്ക് ബാൻഡുകൾക്കും ഒരേ വിഡ്ത്താണുള്ളത് അല്ലേ? ബീറ്റ ഡാർക്ക് = ബീറ്റ ബ്രൈറ്റ് = d λ/2d. വളരെ നിസാര ഇക്വേഷനാണ് നിങ്ങൾക്കറിയാം. പക്ഷേ 2021 മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 26 എക്സാം നടന്നതിൽ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ d λ/d ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ മറന്നു പോകരുത് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കണം. ഓക്കെ, ഇനി അതിൽ ചില സ്പെഷ്യൽ കേസുകളും ചില സ്പെഷ്യൽ പോയിന്റുകളും നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലൂടെ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Young's double slit experiment, if the source of light changes from orange to blue, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ഒരിക്കലും ഒരു JEEന്റെ നിലവാരത്തിലേക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? സോഴ്സ് ഓഫ് ലൈറ്റ് ചേഞ്ചസ് ഫ്രം ഓറഞ്ച് ടു ബ്ലൂ. ഓറഞ്ച് ടു ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് വിബ്ജിയോർ എഴുതാം. വിബ്ജിയോർ നിങ്ങൾക്കറിയാം. ലാംഡ അവിടുന്ന് ഇങ്ങോട്ട് വയലറ്റിൽ നിന്ന് റെഡിലേക്ക് വരുമ്പോൾ ലാംഡ കൂടെയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ചിൽ നിന്ന് ബ്ലൂയിലേക്ക്. അപ്പോൾ ഓറഞ്ച് നോക്കുക, ഇവിടെയാണ് ഓറഞ്ച്. ബ്ലൂ നോക്കുക, ഇവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്താ ചെയ്യുന്നത്? കുറയുന്നു. വേവ് ലെങ്ത് കുറയാ ചെയ്യുന്നത്. അപ്പൊ ബീറ്റയുടെ നമ്മുടെ ഇക്വേഷൻ എന്താ? ബീറ്റ = D λ/d. അപ്പൊ ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ബീറ്റ ഡാഷ് അല്ലെ? ബീറ്റ ഡാഷ് ഈസ് ലെസ് ദാൻ ബീറ്റ എന്നാണ് നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ. വളരെ ക്ലിയർ. എന്താണ്? The central bright fringe will become a dark fringe. No, the central bright തന്നെയാണ് ഉണ്ടാവുക. Distance between consecutive fringes will decrease. അടുത്തടുത്തുള്ള ഫ്രിഞ്ചുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഫ്രിഞ്ച് വിഡ്ത്ത് കുറയുന്നു. യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. മനസ്സിലായിട്ടില്ലേ? പലരും അത് എഴുതി വളരെ കുറവാണല്ലോ ആൻസർ കറക്റ്റ് ആയിട്ട്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഗോപിക, ഷിഫാന, അൻസിക്ക്, ഇവർ മാത്രമാണല്ലോ കറക്റ്റ് ആയിട്ട് ആൻസർ റിപ്പോർട്ട് ചെയ്ത്. ബാക്കിയുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, എത്ര സിമ്പിൾ ആ ക്വസ്റ്റ്യൻ. ബീറ്റ = d λ/d. ഇവിടെ വേവ് ലെങ്ത് നോക്കൂ, കുറയാണ്. കാരണം ഓറഞ്ചിൽ നിന്ന് ബ്ലൂയിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. അപ്പോൾ ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ലാംഡ കുറഞ്ഞാൽ അതിനനുസരിച്ച് ആര് കുറയും? ബീറ്റ കുറയും. അപ്പോൾ ലേറ്റസ്റ്റ് ഫ്രിഞ്ച് വിഡ്ത്ത് ആദ്യത്തേതിനേക്കാൾ കുറവാണ് എന്നാണ് ഈ റെപ്രസെന്റ് ചെയ്തത്. ആ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിഗ്രീസസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്കൊരു സിമിലർ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നോക്കൂ. നമുക്ക് വീണ്ടും പോവാം. നോക്കൂ, ഇത് എവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ? അത് 21. അടുത്ത നോക്കൂ, 21 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. February 24 21 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം റെഡ് ടു വയലറ്റ്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. അപ്പൊ നേരത്തെ പറയാത്തവരുണ്ടെങ്കിൽ അവർ ഇതിൽ പെട്ടെന്ന് ആൻസർ ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അല്ലേ, JEE ഇത്ര എളുപ്പമാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഏകദേശം 24ഓളം പരീക്ഷകൾ ഈ വർഷം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷവും നമുക്ക് ഈ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു
പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആവണം നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് റെഡിൽ നിന്ന് വയലറ്റിലേക്ക് പോയി എന്നാ പറഞ്ഞത്. അപ്പൊ റെഡ് പിന്നെ വയലറ്റ്, അപ്പൊ വേവ് ലെങ്ത് വീണ്ടും എന്തായത്, വേവ് ലെങ്ത് കുറഞ്ഞു. അപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി, ആൻഡ് ഫ്രം ദിസ് ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ, ബീറ്റ പ്രൊപ്പോർഷണൽ ലാംഡ. അപ്പൊ എന്താ സംഭവിക്കുക, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിഗ്രീസസ് ആണ്. അപ്പൊ ഇവിടെ കോൺസിക്യൂട്ടീവ് ഫ്രിഞ്ച് ലൈൻസ് വിൽ കം ക്ലോസർ, ഫ്രിഞ്ച് ലൈൻസ് വിൽ കം ക്ലോസർ എന്ന് വെച്ചാൽ ഫ്രിഞ്ചസ് അടുത്തടുത്താവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഫ്രിഞ്ച് വിഡ്ത്ത് കുറയുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ, ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് വിൽ കം ഡാർക്ക്, ദ ഫ്രിഞ്ചസ് വിൽ ബിക്കം ബ്രൈറ്റർ. ഇന്റൻസിറ്റി ഏതാ ആൻസർ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് പേര് ഇതിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ അത്രയും ഡിറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഒരു പരിധി വരെ നീറ്റിന് പോലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കലില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്രയും സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഞാൻ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളല്ല എടുത്തത്, മുഴുവൻ ചോദ്യങ്ങൾ 2021 ഇവിടുന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിന് പുറമെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കറിയണമല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, again 2021 question ആണ്. The width of one of the two slits in Young's double slit experiment is 3 times the other slit. ഓക്കെ, ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത് രണ്ടാമത്തേതിന്റെ 3 മടങ്ങ്. അപ്പോൾ W2 ഞാൻ എഴുതുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു 3W1 എന്ന് എഴുതാം. പിന്നെന്താ പറഞ്ഞത്, if the amplitude of light coming from a slit is proportional to slit width. അപ്പോൾ ഇവിടെ സാധാരണ ഇതിൽ അതിന് നമ്മൾ ഇവിടെ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഫ്രം എ സ്ലിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ലിറ്റ് വിഡ്ത്ത് ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. നോർമലി ശരിക്ക് സ്ലിറ്റ് വിഡ്ത്തിന് ഇന്റൻസിറ്റി ആണ് പ്രൊപ്പോർഷണൽ. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്ലിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് വിഡ്ത്ത് ആണെങ്കിൽ, എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞത്, ദ റേഷ്യോ ഓഫ് മിനിമം ടു മാക്സിമം ഇന്റൻസിറ്റി ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺ x:4 എന്നിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്താനാണ് ചോദ്യം. എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്നത് x:4 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. യെസ്, അപ്പൊ നോക്കൂ W2 is equal to 3W1 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കൂ, ഞാൻ ഇവിടെ യെല്ലോ കളറിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറയാം ആംപ്ലിറ്റ്യൂഡ് എ, ഞാൻ സ്മോൾ ലെറ്റർ എ കൊടുക്കുകയാണ്, എ പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് വിഡ്ത്ത്, എ പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് വിഡ്ത്ത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഫ്രം, ഓക്കെ, പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് വിഡ്ത്ത് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ, ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്, ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം I1 ഡിവൈഡഡ് ബൈ I2, I1 by I2 is equal to a square divided by b square എന്ന് കൊടുക്കാം. ഇനി എ സ്ക്വയറും ബി സ്ക്വയറും തമ്മിൽ നമുക്കുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്. എ ഡിവൈഡഡ് ബൈ ബി, എ ഡിവൈഡഡ് ബൈ ബി ഇസ് ഈക്വൽ ടു എന്താണ്, എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു, അപ്പോൾ W1 ഡിവൈഡഡ് ബൈ W2 ആണ് ആസ് പെർ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ 3W ഈക്വൽ ടു 1/3. അപ്പൊ എ ബൈ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞത് 1/9. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ. യെസ്, ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പൊ I1 കിട്ടി നമുക്ക്, അതുപോലെ I2 കിട്ടി. നൗ I min ഡിവൈഡഡ് ബൈ I max, അതല്ലേ ക്വസ്റ്റനിൽ പറഞ്ഞ റേഷ്യോ ഓഫ് മിനിമം ടു മാക്സിമം ഇന്റൻസിറ്റി, അത് x:4 കിട്ടണം. നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ, √I1 മൈനസ് √I2 ദ ഹോൾ സ്ക്വയർ whole divided by √I1 plus √I2 the whole square, that is equal to √I1 ആരാ നോക്കൂ, √I1 എന്ന് പറയുന്നത് 1, നിങ്ങൾക്ക് 9 എടുക്കാം. ആരെ I1 I2 കൊണ്ട് മാറ്റിയെടുത്ത, കാരണം സ്ക്വയർ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, 1 മൈനസ്, നോ ഇഷ്യൂ, 1 മൈനസ് √9 എത്രയാണ് നമുക്ക് 3 the whole square divided by 1 plus √9 that is 3 the whole square, that is equal to -2 ന്റെ സ്ക്വയർ നോക്കൂ 4 എന്ന് കിട്ടും. 4 ന്റെ സ്ക്വയർ ഇതവിടെ 4 into 4 that is equal to 1/4 എന്ന് കിട്ടും. 1/4 ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, given as x:4 എന്ന് തന്നിട്ടുള്ളത്. therefore x is equal to നമുക്ക് എന്താ, x is equal to 1 is the right answer. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓ, വെരി ഗുഡ് വെരി ഗുഡ്.
വെരി ഗുഡ്. എന്താണ് ഗോപിക, ഗോപു, സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, കിട്ടിയല്ലോ. റെഡി. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. റെഡി. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കിട്ടിയില്ല എല്ലാവർക്കും? മനസ്സിലായല്ലോ? റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ? യെസ്. നോക്കൂ, ഇതും എവിടെയാണ്? 21 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 21. അഗെയിൻ സി അനദർ 21 ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ 2021 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കാണാം. ഇത് ഇവിടെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചത് 21ൽ. ഇനി ഇതേ ക്വസ്റ്റ്യൻ 21ൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഐ വിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്. In a Young's double slit experiment, the slits are separated by 0.3 meter. Okay, slit separation 0.3 meter. Screen distance 1.5 meter away from the plane of the slits. എന്നിട്ടോ distance between fourth bright fringes on both sides of the central bright is 2.4 centimeter എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ് ഈസ്, ഫ്രീക്വൻസി ആണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഉപയോഗിച്ച ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ് അത് സംതിങ് ഇൻറ്റു 10⁻²⁴ അല്ല കേട്ടോ, 10⁻14 ആണ് വരിക. 10⁻14 ശ്രദ്ധിക്കണേ, 10⁻14. ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേ. ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. 10⁻14. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് നമുക്ക് ഏത് രൂപത്തിലുണ്ടാവുക? ദിസ് ഈസ് ദ, ഇവിടെ നമുക്ക് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് വിചാരിക്കും. ഇത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. അതിനുശേഷം അടുത്ത ഫ്രിഞ്ച് നോക്കൂ, ഇത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡാർക്ക്, ഇത് ഫസ്റ്റ് ബ്രൈറ്റ്, വീണ്ടും ഡാർക്ക്, വീണ്ടും ബ്രൈറ്റ്, ഈ രൂപത്തിലാണല്ലോ. അതുപോലെ തന്നെ നോക്കൂ, ഇത് സെൻട്രൽ ആയതുകൊണ്ട് ഞാൻ കളർ മാറ്റി. ഇവിടെ നിങ്ങൾക്ക് അതുപോലെ ഓൺ ഐദർ സൈഡ് ഓഫ് സെൻട്രൽ മാക്സിമം യു ക്യാൻ എക്സ്പെക്ട് ദ സെയിം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക നോക്ക്. ഇനി നമ്മളോട് ഫോർത്ത് ഫ്രിഞ്ചസ് അപ്പുറം. അപ്പൊ നോക്കൂ, ഡിസ്റ്റൻസ് ഓഫ്, ഇപ്പോൾ ഇത് ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ അങ്ങോട്ട് അത്ര തന്നെ ഡിസ്റ്റൻസ് അങ്ങോട്ട് താഴോട്ടുണ്ടാവുമല്ലോ. റെഡി അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ y4 × 2 ആണ്. അതായത് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? yn is equal to n capital D lambda divided by small d. And given ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് n എത്രയാണ്? n is equal to 4. പക്ഷേ n is equal to 4 അങ്ങോട്ടും ഉണ്ട്. നോക്കൂ, ഇവിടുന്ന് താഴോട്ടുണ്ട്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്ന 2.4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2.4 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതണം നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കൂ. the given 2.4 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുന്നു 10⁻². ദാറ്റ് ഈസ് നത്തിങ് ബട്ട്, അതെന്താണ്? അത് 2 × n4 ക്യാപിറ്റൽ D lambda divided by 2d ആണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയൊന്നുമില്ല. ഇത് റെഡിയാണെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ അല്ലേ? റെഡി. ഇനി നമുക്ക് വേണ്ടത്, അവിടെ നമുക്ക് ആരെ കണ്ടെത്തേണ്ടത്? നമുക്ക് ഫ്രീക്വൻസിയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ലാംഡ, ഇവിടെ നമുക്ക് ലാംഡ കിട്ടും. അപ്പൊ ആ ലാംഡ വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടെത്താം. അപ്പൊ ഞാൻ ലാംഡ ഈസ് ഈക്വൽ ടു ഇപ്പൊ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടാം 1.2 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു, ലാംഡനെ മാത്രം അവിടെ നിർത്തി, ബാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി 1.2 × 10⁻² ഉണ്ട്, ഇൻറ്റു ഡി ഹോൾ ഡിവൈഡഡ് ബൈ 4 × ക്യാപിറ്റൽ ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 × 10⁻² ഇൻറ്റു 0.3 × 10⁻³ മില്ലിമീറ്റർ അല്ലെ? 0.3 മില്ലിമീറ്റർ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 4 × 1.5.
ഇവിടെ നോക്കൂ 1.5 3ൽ 1.5 എത്ര ഉണ്ട് 2 ഉണ്ട്. പക്ഷെ ഇത് 3 അല്ല, അത് 0.3 ആണ്. അപ്പോൾ ഇവിടെ 10⁻⁻4 ആക്കി. ക്ലിയർ? റെഡി ആണല്ലോ? നോക്കൂ, ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് 2 കിട്ടി. ആ 2ഉം ഇവിടെ ഈ 2ഉം 1.2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ 0.6 കിട്ടി. ഇനി ബാക്കി ആരുള്ളത് നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു ഡിനോമിനേറ്ററിൽ ആരുമില്ല. 10⁻⁻2 ഇവിടെ ഉണ്ട്, -4 ഉണ്ട്. അപ്പൊ 10⁻⁻6 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻⁻7 മീറ്റർ. -7 മീറ്റർ. ഇനി നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് പോവാം. ആ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പൊ C/λ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിന്റെ വാല്യൂ നമുക്കറിയാം 3 ഇൻറ്റു 10⁻8 ഹോൾ ഡിവൈഡഡ് ബൈ ലാംഡ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 6 ഇൻറ്റു 10⁻⁻7. ദാറ്റ് ഈസ് ഈക്വൽ ടു 3യും 6ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടി. അപ്പോൾ 1/2 ഇൻറ്റു 10⁻8 + 7 നോക്കൂ 15 കിട്ടി. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻15. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ എന്താ നോക്കൂ? ഡാഷ് ഇൻറ്റു 10⁻14 ആണ്. അപ്പോൾ ഇതിനെ ഈക്വൽ ടു 5 ഇൻറ്റു 10⁻14 ഹേർട്സ് എന്നാക്കി. Therefore the answer is ഞാൻ പറയേണ്ടതില്ല. ഏതാണ് ആൻസർ? The answer is 5. ഓ വെരി ഗുഡ്. പലർക്കും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നതാണ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഓക്കെ ഇത് ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യാതെ പോകരുത്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തിട്ടാണ് പോകേണ്ടത്. അല്ലാതെ അതെനിക്കറിയാം, അത് ഞാൻ ചെയ്തോളും എന്നുള്ള കോൺഫിഡൻസിൽ അതിനെ മാറ്റി വെച്ചല്ല പോകേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. എ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് 6 millimeter വാസ് പ്രൊഡ്യൂസ്ഡ് ഫോർ 2 slits സെപ്പറേറ്റഡ് ബൈ 1 millimeter apart. ഫ്രിഞ്ച് വിഡ്ത്ത് 6 millimeter, ഇവിടെ സെപ്പറേഷൻ 1 millimeter. ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 10 meter away. ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഈസ് x നാനോമീറ്റർ കേട്ടോ, x നാനോമീറ്റർ. The value of x to nearest integer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ, ഒന്നുമില്ല. എല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്ത ആൻസർ പറ. ഇത്ര ഈസി ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. അപ്പൊ ലാംഡ നിങ്ങൾക്ക് എന്താ കിട്ടുക? ബീറ്റ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ബീറ്റന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 6 ഇൻറ്റു 10⁻⁻3. ഡീന്റെ വാല്യൂ സെപ്പറേറ്റഡ് ബൈ 1 millimeter ആണ്. അപ്പൊ 10⁻⁻3 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ഈക്വൽ, അപ്പോൾ 6/10 0.6 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ വേണ്ടത് നാനോമീറ്ററിലാണ്. അപ്പൊ 10⁻⁻9 നമുക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ 0.6ന് പിന്നെ എത്ര കൊടുക്കണം? 2 0, 6ഉം 2 0. Therefore the answer is yes. 600. 600 is the right answer. 600 is the right answer. Very good. 600 is the right answer. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ജെയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ കണ്ടു. ഷിഫാന, it is not 60 but 600 കേട്ടോ. 60 അല്ല 600 ആണ്, ശ്രദ്ധിക്കണം. 600 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേഷനിൽ മിസ്സിംഗ് വരരുത് കേട്ടോ. ഇപ്പൊ തന്നെ ആ 60 പറഞ്ഞതിന്റെ കാരണം എന്താ? കാരണം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം ന്യൂമറിക്കൽ ആൻസറിന് കൂടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ന്യൂമറിക്കൽ ആൻസറിന്, കാരണം കഴിഞ്ഞ വർഷം ന്യൂമറിക്കൽ ആൻസറിന് നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ന്യൂമറിക്കൽ ആൻസർ തെറ്റിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് തെറ്റരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. White light is passed through a double slit and interference is observed on the screen 1.5 meter away. Okay, അപ്പോൾ സ്ക്രീൻ ഡിസ്റ്റൻസ് 1.5 മനസ്സിലായി. The separation between the slits എത്ര തന്നിട്ടുള്ളത്? 0.3 millimeter. The first violet and red fringes are formed. ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം.
വയലറ്റും റെഡും ഫോം ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ വയലറ്റ്, ഫസ്റ്റ് വയലറ്റ്, ഓക്കെ, ഫസ്റ്റ് വയലറ്റ് 2 മില്ലിമീറ്ററിൽ. ദെൻ നോക്കൂ ഫസ്റ്റ് റെഡ് ഫോം ചെയ്തത് 3 millimeter away from the central white fringe. The difference in wavelength of red and violet light is ഡാഷ് നാനോമീറ്റർ. ഇവിടെ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നന്നായി ചിന്തിക്കുന്ന കുട്ടിയാണ് ഇവിടെ തെറ്റിലേക്ക് വരാൻ സാധ്യത. വളരെ ബ്ലൈൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഇവിടെ രക്ഷപ്പെടും. കാരണം എന്താ? കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് YDS ഉപയോഗിക്കുന്നതെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് എന്തായിരിക്കും? വൈറ്റ് കളറിലായിരിക്കും. ആ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന്റെ തൊട്ടടുത്ത് വരുന്ന കളറ് വയലറ്റ് അല്ല, റെഡ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഈ ഒരു സന്ദർഭത്തിൽ വിശദീകരിച്ച് പറയാനുള്ള സമയം നമുക്കില്ല. പക്ഷെ മനസ്സിലാക്കുക, വൈറ്റ് ലൈറ്റ് ആണ് YDS യൂസ് ചെയ്യുമെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വിൽ ബി വൈറ്റ് ഇൻ കളർ. അതിന്റെ അടുത്തുണ്ടാവല് നമുക്ക് ആരാണ്? റെഡ് ആണ്. പിന്നെ അങ്ങനെ പോയിട്ടാണ് നമുക്ക് വയലറ്റിലേക്ക് കിട്ടുക. മനസ്സിലായോ? പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിന് ഒരിക്കലും അങ്ങനെയല്ല. ഇത് നന്നായി ചിന്തിക്കുന്ന ഒരു കുട്ടിക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഏറ്റവും അടുത്തുള്ളത് 2 millimeter ആണല്ലോ, 3.5 അടുത്തുള്ളത്. പക്ഷെ 2 millimeterലുള്ളത് വയലറ്റ് ആണ്. അപ്പൊ അടുത്തുള്ളത് വയലറ്റ് ആണ്. പക്ഷേ പേടിക്കരുത്, കാരണം നമുക്കറിയാം അടുത്ത് ഫോം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? വയലറ്റ് ആണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് വിസിബിൾ ആവില്ല, കാരണം അവിടെ ഓവർലാപ്പിംഗ് സംഭവിച്ചിട്ടാണ് ഏറ്റവും അടുത്ത് നമ്മൾ പിന്നെ റെഡ് കാണുന്നത്. ഞാനത് പറഞ്ഞ് ഇപ്പോഴത്തെ ഈ ചുരുങ്ങിയ സമയത്ത് അത് സംസാരിച്ച് കൂടുതൽ വഷളാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യെങ്കിൽ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പാറ്റേണിൽ വൈറ്റിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുക? നിങ്ങൾക്ക് റെഡിനെയാണ് കാണാൻ പറ്റുക. പക്ഷേ ആക്ച്വലി അടുത്ത് ഫോം ചെയ്യുന്നത് ആരാ? വയലറ്റ്. അത് പക്ഷെ കാണപ്പെടില്ല. ഇവിടെ കാണുന്നത് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് വയലറ്റ് ഇന്ന സ്ഥലത്ത് ഫോം ചെയ്യുന്നുണ്ട്, കണ്ടോളണമെന്നില്ല, കാണൂല. ഫസ്റ്റ് റെഡ് ഫോം ചെയ്യുന്നത് ഇന്ന സ്ഥലത്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. എഗെയിൻ നോക്കൂ, ദ സെയിം ഇക്വേഷൻ. nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് yn is equal to n capital D lambda divided by small d, where n is equal to 0, 1, 2, etc. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റെഡും അതുപോലെ ആരാളുള്ളത്? വയലറ്റും. രണ്ടിലും n is equal to 1 ആണ്. അപ്പൊ ഞാൻ നോക്കൂ, y റെഡ് n1 കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ കൺസേൺ ആവുന്നില്ല. ഞാൻ n ഉള്ളിടത്ത് ഇവിടെ റെഡ് എന്ന് എഴുതാണ്. അപ്പൊ y റെഡ് ഈസ് ഈക്വൽ n ഈസ് ഈക്വൽ 1 ആണ് ഞാൻ പറഞ്ഞു. അവിടെ നമുക്ക് d ലാംഡ റെഡ് ഡിവൈഡഡ് ബൈ സ്മോൾ d. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 3.5 millimeter എന്ന് തന്നിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ നോക്കൂ, y ബ്ലൂ അല്ല, വയലറ്റ്. y violet is equal to capital D violet divided by red. ഇതാണ് ക്വസ്റ്റ്യനിൽ 2 millimeter എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ല. നോക്കൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്, ലാംഡയുടെ വേവ് ലെങ്ത് ഡിഫറൻസ് ആവട്ടെ. അപ്പൊ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. yr മൈനസ്, ഞാൻ ലെറ്റ് മീ ചേഞ്ച് ദ കളർ. ദിസ് ഈസ് 2 millimeter. ഓക്കെ, ഞാൻ നോക്കൂ, y റെഡ് മൈനസ് y വയലറ്റ് എടുത്ത്, y റെഡ് മൈനസ് y വയലറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക d ഡിവൈഡഡ് ബൈ സ്മോൾ d കോമൺ ആയിട്ട് പുറത്തെടുത്തു, ലാംഡ റെഡ് മൈനസ് ലാംഡ വയലറ്റ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് നോക്കൂ, 3.5 മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 10⁻³ മില്ലിമീറ്ററിന് മാറ്റി. ഈ ലാംഡ റെഡ് ഇതാണ് ഇനി നമുക്ക് വേണ്ടത്. ലാംഡ റെഡ് മൈനസ് ലാംഡ മാറരുത്, ഇത് വയലറ്റ്, ഇത് വി ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, therefore ലാംഡ റെഡ് മൈനസ് ലാംഡ വയലറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻³ ഇൻറ്റു സ്മോൾ ഡി. സ്മോൾ ഡിന്റെ വാല്യൂ എത്ര? 0.3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി ഈസ് 1.5. നോക്കൂ, 1.5 ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? ബാക്കിയുള്ളത് 0.3 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടി. നമുക്ക് നാനോമീറ്ററിലാണ് വീണ്ടും വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻9 ഇവിടെ ആക്കണം. ഇപ്പോൾ ഓൾറെഡി -6 ഉള്ളത്. അപ്പോൾ 3 എഴുതിയാൽ -7 ആയി. 3 എഴുതുമ്പോൾ -7, ഒരു 0 to 8, ഒരു 0 to -9. അപ്പൊ 300
that is equal to 300 നാനോമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 300 നാനോമീറ്റർ. കിട്ടിയിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി ചെയ്യുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. നമ്മൾ ഒത്തിരി ഫാസ്റ്റാക്കി പോകണം നമുക്ക്, എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും പിന്നെ അവിടെ അവസരമില്ല കേട്ടോ. ഓക്കെ, 2 ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാലോ? എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? കാര്യങ്ങൾ മനസ്സിലാവുണ്ടല്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ അല്ലേ? നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? യെസ് 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 യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, in the Young's double slit experiment, the distance between the slits varies in time as എങ്ങനെ? dt equal to d0 plus a0 sin omega t, where d0 omega and a0 are constants. അല്ലെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന പ്രയാസം എന്താ? ഈ d0 a0 ഒക്കെ കാണണം, അതൊക്കെ കോൺസ്റ്റന്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. The difference between the largest fringe width and the smallest fringe width obtained over time is given by. നോർമലി നോക്കൂ, ഒരു കുട്ടി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾക്കൊക്കെ വന്നൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? എനിക്കറിയാതെ, എന്തൊരു ഭയങ്കര ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്ക് കണ്ടാൽ തോന്നും. സത്യത്തിൽ ഇത് ഭയങ്കര ഈസിയാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉണ്ടാവുന്നത്, കാരണം ഇതുപോലത്തെ 2-3 ടേംസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്താ പത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ആൻസർ കാണുമ്പോൾ നമുക്കൊരു സുഖമില്ല അല്ലേ? നോക്കൂ ഓപ്ഷൻസ് ഒക്കെ. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സത്യത്തിൽ അത് വളരെ ഈസി ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചെറിയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാം. ശ്രദ്ധാപൂർവം ക്വസ്റ്റ്യനിലൂടെ ഒരിക്കൽ കൂടെ പാസ് ചെയ്യാം. ഇൻ ദ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് എന്ന് വെച്ചാൽ സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. അപ്പൊ ഈ ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് സെപ്പറേഷൻ, അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമിനനുസരിച്ച് സ്ലിറ്റുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് ഇങ്ങനെ ഗ്യാപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, കൂടെ കുറെ എന്തോ ആട്ടെ, മനസ്സിലായോ? അപ്പൊ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ സ്ലിറ്റ് സെപ്പറേഷൻ ആണത്. അപ്പൊ തന്നെ സമാധാനമല്ലോ, ഇതിന് നമുക്ക് സ്ലിറ്റ് സെപ്പറേഷൻ ആയിട്ട് അവിടെ വെക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ഫ്രിഞ്ച് വിഡ്ത്ത് ആൻഡ് സ്മോളസ്റ്റ് ഫ്രിഞ്ച് വിഡ്ത്ത്. കാരണം ബീറ്റന്റെ ഇക്വേഷൻ എടുത്താൽ നോക്കൂ, ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഡിക്ക് നല്ല റോൾ ഉണ്ട് ബീറ്റ തീരുമാനിക്കാൻ. അപ്പോൾ ഡിക്ക് മാക്സിമം വാല്യൂ വരുമ്പോൾ ബീറ്റക്ക് മിനിമം വാല്യൂ ആയിരിക്കും അല്ലേ? ഡിക്ക് മിനിമം വാല്യൂ ഡിക്ക് വരുമ്പോൾ, കാരണം ഡി മാറുന്നു എന്നാണല്ലോ പറഞ്ഞത്, ഡിക്ക് വരുന്ന മിനിമം വാല്യൂ ഡിക്ക് വരുമ്പോൾ ബീറ്റ വലുതായിരിക്കും. അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദ്യം? യെസ്. സിമ്പിളാ പരിപാടി. ബീറ്റ മാക്സ് ബൈ മൈനസ് ബീറ്റ മിൻ. ബീറ്റ മാക്സ് മൈനസ് ബീറ്റ മിൻ ആണ് കണ്ടെത്തേണ്ടത്. നോക്കാം നമുക്ക്. നോക്കൂ, ബീറ്റ മാക്സ് മൈനസ് ബീറ്റ മിൻ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നോക്കൂ, ബീറ്റ മാക്സും ബീറ്റ മിന്നും കാണണം. അപ്പൊ ആ ബീറ്റന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡിക്ക് പ്രശ്നമില്ല, ലാംഡക്ക് പ്രശ്നമില്ല, സ്മോൾ ഡി ആണ്. അത് d0 പ്ലസ് a0 സൈൻ ഒമേഗ ടി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ആകെ എത്രയേ ഉള്ളൂ. കാരണം ഈ ഡിന്റെ വാല്യൂ മാക്സിമം ആവുന്ന എപ്പോഴാണ്, മിനിമം ആവുന്ന എപ്പോഴാണ് നോക്കേണ്ടത്. നോക്കൂ, തീരുമാനിക്കാം നമുക്ക്. ഞാൻ ഇവിടെ കൊടുക്കുന്നു ബീറ്റ മാക്സ് ഈസ് ഈക്വൽ ടു ഡി ലാംഡ ഡിവൈഡഡ് ബൈ ബീറ്റന്റെ വാല്യൂ മാക്സിമം ആവല് എപ്പോഴാണ്? ഈ വാല്യൂ ഏറ്റവും മിനിമം ആവുമ്പോഴാണ്. അത് നോക്കൂ, ഇയാള് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടിന്റെ വാല്യൂ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ കിട്ടണം. അതിന്റെ മിനിമം വാല്യൂ എത്ര? യെസ്, അതിന്റെ മിനിമം വാല്യൂ എത്രയാണ്? നമുക്ക് എത്ര കിട്ടത്? ഡി, നമ്മളെ ഇക്വേഷൻ അങ്ങനെ തന്നെ അല്ലേ, d0 പ്ലസ് a0 സൈൻ ഒമേഗ ടി. ഓക്കെ, യെസ്. അപ്പൊ നോക്കൂ, നമുക്ക് ഇതിന് മാക്സിമം കിട്ടല് ഇവിടുത്തെ വാല്യൂ നമുക്ക് മിനിമം ആവുന്ന സമയത്ത്. ഇവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? therefore you can write that is d0 സൈൻ 180. സൈൻ 180 എത്ര? -1. അപ്പൊ എത്ര കിട്ടുക? d0 മൈനസ് a0. മനസ്സിലായല്ലോ? അത്
സൈൻ തീറ്റയുടെ ആ മിനിമം വാല്യൂ, ആ -1 വാല്യൂ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എന്തെടുക്കാം, ബീറ്റ മിനിമം കണ്ടെത്താം. അതെപ്പോഴാണ്? അത് ഡി ലാംഡ ഡിവൈഡഡ് ബൈ d0. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 1. അപ്പൊ എന്താ കിട്ടുക? പ്ലസ് a0. അപ്പൊ രണ്ടും കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. therefore ബീറ്റ മാക്സ് മൈനസ് ബീറ്റ മിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ലാംഡനെ പുറത്തെടുക്കുക. പിന്നെ മാക്സിമം ആരാ? 1 ആ കാൽക്കുലേഷൻ ഇനി ചെയ്യാനുള്ളൂ. d0 മൈനസ് a0 മൈനസ് 1/d0 പ്ലസ് a0. ചെക്ക് ചെയ്യണം കേട്ടോ, കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഡി ലാംഡ നോക്കൂ, ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ d0 പ്ലസ് a0 മൈനസ് d0 മൈനസ് a0 ഹോൾ ഡിവൈഡഡ് ബൈ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ. ശരിയല്ലേ? therefore നമുക്ക് d0 നമുക്കിവിടെ കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് ആരാളുള്ളത്? ഡി ലാംഡ ഇൻറ്റു അവിടെ a0 പ്ലസ് a0, അപ്പോൾ 2a0 ഡിവൈഡഡ് ബൈ d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഒന്നാമത്തത് 2 ലാംഡ ഡി, അവിടെ d0 ആണ്, അത് ആൻസർ അല്ല. രണ്ടെന്താണ്? 2 ലാംഡ ഡി a0. യെസ് അതല്ലേ ആൻസർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി അല്ലേ കിട്ടിയിട്ടുള്ളത്. 2 ക്യാപിറ്റൽ ഡി ലാംഡ a0 ഡിവൈഡഡ് ബൈ d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ. എന്താണ് ശ്രീരാം? ഒമേഗ എന്താ പ്രശ്നം? ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ആയി പോവില്ലേ? ഓക്കെ, ഒമേഗ ഇല്ല, കാരണം ടി ഇൻറ്റു ഒമേഗ എന്നല്ലേ വരുന്നത്. പിന്നെ ഒമേഗ എങ്ങനെ ഉണ്ടാവുക? സൈൻ ഒമേഗ ടിയുടെ വാല്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ നമുക്കൊക്കെ 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. വേഗം നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഗ്യാപ്പ് ഓഫ് 0.5 millimeter ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.5. വേഗം നോക്കണേ. The distance between the first and third bright fringe formed when the slits are illuminated by a monochromatic light of 5890 angstrom. First and third bright fringe. Okay. ചെക്ക് ചെയ്യാം. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. ബ്രൈറ്റ് ഫ്രിഞ്ച്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ്. അപ്പോൾ y3 മൈനസ് y1 ആണ്. y3 അല്ലേ, ക്വസ്റ്റ്യൻ വായിച്ചിട്ടല്ലേ മനസ്സിലായത്? y3 മൈനസ് y1. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോംഡ് വെൻ ദ സ്ലിറ്റ്സ് ആർ ഇല്യൂമിനേറ്റഡ് ബൈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് 5890 ആങ്സ്ട്രോം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, എഗെയിൻ നോക്കൂ, എഗെയിൻ നമ്മുടെ അതേ ഇക്വേഷൻ തന്നെ വീണ്ടും യൂസ് ചെയ്ത് yn is equal to n ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ നമുക്ക് ഡി ലാംഡ ബൈ സ്മോൾ ഡി നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുത്താം. അപ്പൊ ഡി ലാംഡ ബൈ സ്മോൾ ഡി പുറത്തെടുത്തിയാൽ 3 മൈനസ് 1 എന്ന് കിട്ടും. റെഡിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, ഇനി ഒന്നുമില്ല, ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. 0.5 ഇൻറ്റു ലാംഡ എത്ര? 5890 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 10⁻⁻3. ശരിയല്ലേ? ഓക്കെ, 0.5 കട്ട് ചെയ്തു. ഇനിയൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 0 8 7 11 ഇൻറ്റു 10⁻⁻, എത്ര ഉണ്ടാവുക? -3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ -7 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഓപ്ഷൻസ് നോക്കൂ. 10⁻⁻7 ഉള്ളത് ആരാണ്? ഇതാണ് ഉള്ളത്. ഇത് തെറ്റാണ്, ദിസ് ഈസ് റോങ്. പിന്നെ 7 ആരുമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിനോടുള്ള 6ലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1178 ഇൻറ്റു 10⁻⁻6 -6 മീറ്റർ. യെസ്, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ. യെസ്, റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇത് സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിച്ചത്. ഇവിടെ അത് ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെ. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ വിഡ്ത്ത് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ് ഈസ് 3 times the other. സ്ലിറ്റ് വിഡ്ത്ത്. The amplitude of light coming from a slit is proportional to slit width. Find the ratio of maximum to minimum intensity in the interference pattern. ഇതാണ് ചോദ്യം. ഓക്കെ, യെസ്, ഞാൻ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ചോദ്യമാണ്. ഓർക്കണ്ടല്ലോ നിങ്ങൾ 1:4 അല്ലേ കിട്ടി, 1:4. അപ്പൊ നമ്മൾ ചെയ്യേണ്ട അവിടെ നമുക്ക് തന്നിരുന്നത് x:4 എന്നായിരുന്നു. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ എക്സാക്ട്ലി സെയിം, ഒന്നും മാറിയിട്ടില്ല, ഒരേ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്തേക്ക് പോവാം. അടുത്ത് നോക്കൂ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് 2 slits are separated by 2 millimeter and the screen is placed 1 meter away. സ്ക്രീൻ നോക്കൂ 1 meter away, മറ്റത് 2 millimeter. റെഡി. When a light of wavelength 500 nanometer is used, the fringe separation will be. ഫ്രിഞ്ച് സെപ്പറേഷൻ ആണ് ചോദ്യം. വളരെ സിമ്പിൾ, വേഗം ചെയ്തോളാം. ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി. നമുക്ക് 2021 ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ചെയ്യാതെ പോകാൻ വയ്യ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എത്ര 1 meter ഇൻറ്റു ലാംഡ. ലാംഡ ഈസ് ഹൗ മച്ച് 500 നാനോമീറ്റർ. അപ്പോൾ 500 ഇൻറ്റു 10⁻⁻⁹ ഹോൾ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ നോക്കൂ. സ്മോൾ ഡി എത്ര 2 millimeter. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻3. That is equal to 500 by 2, 250, 250 into 10⁻⁻6 എന്ന് കിട്ടി, -6. ദാറ്റ് ഈസ് ഈക്വൽ മില്ലിമീറ്ററിലാണ്. ആ മില്ലിമീറ്ററിലാവുമ്പോൾ 10⁻⁻3 വരണം. അപ്പോൾ 0.250 into 10⁻⁻3 millimeter. ഇത് അത്രയും മീറ്റർ. Therefore the answer is this much. ഇത് അത്രയും 0.25 millimeter. Option A is correct. Option A is correct, not option C. Option A is correct. അല്ലേ? എ അല്ലേ? റെഡി, മനസ്സിലായോ? ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ YDS-ലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുകയാണ്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇക്വേഷൻ പറയുന്ന അത്ര പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇക്വേഷനിലേക്ക് ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ. പക്ഷേ ഇത് പഠിക്കുന്ന സമയത്ത് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ട് നമ്മൾ, അല്ലെങ്കിൽ ആ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ്സിൽ. ഇവിടെ ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് എപ്പോഴാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. whenever there is a relative motion between source of light and the observer, the frequency received by the observer is different from the actual frequency of light emitted by the source. അറിയാലോ? ഓക്കെ, ഇവിടെ ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ടും ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? നമുക്ക് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ട് അസിമെട്രിക്കൽ ആണ്. അസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഒബ്സർവറുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള സിറ്റുവേഷൻ അല്ല. നോക്കൊന്നുകൂടെ, സോഴ്സ് ഒബ്സർവറുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സിറ്റുവേഷൻ അല്ല, ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നത്. എവിടെ? സൗണ്ടിന്റെ കേസിൽ. അത് രണ്ടും വേറെ കേസ് തന്നെയാണ്. ഒന്നുകൂടെ, സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ഒബ്സർവർ, സോഴ്സ് ഈസ് മൂവിങ് അല്ലെങ്കിൽ സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ഒബ്സർവർ ഈസ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ ഓഫ് ഒബ്സർവർ ഈസ് മൂവിങ് എവേ ഫ്രം ദ സോഴ്സ്. അത് രണ്ട് സിറ്റുവേഷനാണ്. എന്നാൽ ലൈറ്റിൽ ഇത് രണ്ടും ഒരു സിറ്റുവേഷനാണ്. ലൈറ്റിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പോൾ സൗണ്ട്, അതുകൊണ്ടാണ് ഡോപ്ലർ ഇഫക്റ്റ് ഇൻ സൗണ്ട് അസിമെട്രിക്കൽ ആണെന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ സ്റ്റേഷനറി ഒബ്സർവർ ഈസ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ ഫ്രം ദാറ്റ് ഇൻ വിച്ച് ഒബ്സർവർ മൂവ്സ് ടുവേർഡ്സ് ദ സ്റ്റേഷനറി സോഴ്സ്. പക്ഷേ ഇത് ലൈറ്റിൽ എന്താണ്? ഇത് സെയിം ആണ്. ഇനി സൗണ്ടിന്റെ കേസിൽ നമുക്കറിയാം, ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഉണ്ടായാൽ ഇതിൽ ബാക്കിയൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഞാൻ പറയേണ്ടതില്ല. അപ്പാരന്റ് ഫ്രീക്വൻസി, ഇത് സൗണ്ടിനാണ് കേട്ടോ, അത് സൗണ്ടിൻ്റെതാണ്, ലൈറ്റിൻ്റെതല്ല. വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് പ്ലസ് വെലോസിറ്റി ഓഫ് സോഴ്സ് ഇൻറ്റു ആക്ച്വൽ ഫ്രീക്വൻസി. നോക്കൂ, ഇവിടെ ഒരു കാര്യം എനിക്കിതിന് ആവശ്യമുണ്ട് നിങ്ങളോട് പറയാൻ. ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിന്റെ വ്യത്യസ്ത സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് രണ്ട് രൂപത്തിൽ ഇത് മനസ്സിലാക്കി വെക്കുക. ഈ സൈനിൽ പെട്ട് കുടുങ്ങാതിരിക്കണമെങ്കിൽ, സൈനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒറ്റ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നോക്കൂ, ഏത് സാഹചര്യമാണെങ്കിലും, അത് ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും, ഇവർ തമ്മിൽ അടുത്ത് വരുമ്പോൾ ഫ്രീക്വൻസി എന്താ ചെയ്യുക?
കൂടും. ആ പോയിന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതറിയാലോ. സോഴ്സും ഒബ്സർവറും അടുക്കുകയാണെങ്കിൽ ഒരാളെടുത്താലും മറ്റാളെടുത്താലും രണ്ടുപേരും കൂടെ എടുത്താലും എങ്ങനെയാലും അടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അപ്പാരന്റ് ഫ്രീക്വൻസി കൂടും. ശരിയല്ലേ? ഓക്കെ. അപ്പാരന്റ് ഫ്രീക്വൻസി കൂടുന്ന സാഹചര്യത്തിൽ ഇയാൾ കൂടണമെന്നുണ്ടെങ്കിൽ അപ്പൊ ന്യൂമറേറ്റർ എന്തായിരിക്കണം? ന്യൂമറേറ്റർ വലുതാവണം. അപ്പൊ ന്യൂമറേറ്റർ ഇത് രണ്ടും കൂടി പ്ലസ് ആണ് വരിക. ക്ലിയർ? റെഡി? പിന്നെ ഇവിടെ എന്താണോ അതിന്റെ റിവേഴ്സ് ആണ് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അപ്പൊ ഇവിടെ വലുതാവണമെങ്കിൽ ന്യൂമറേറ്റർ വലുതാവണം, ഡിനോമിനേറ്റർ ചെറുതാവണം. അപ്പോൾ ഡിനോമിനേറ്റർ ചെറുതാവണമെങ്കിൽ ഇവിടെ മൈനസ്, ന്യൂമറേറ്റർ വലുതാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ്. മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ കോമൺ ലോജിക്ക്. ആ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ സാധനവും കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പൊ രണ്ടാളും അടുക്കുന്നു, അകലുന്നു. അകലെയാണെങ്കിൽ എന്താ? അപ്പാരന്റ് ഫ്രീക്വൻസി കുറയും. അപ്പാരന്റ് ഫ്രീക്വൻസി കുറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ കുറയണം. ഇവിടെ കുറയില്ലപ്പോഴാണ് ഇവിടെ മൈനസ് വരുമ്പോഴാണ് ഇവിടെ മൈനസ്. അപ്പൊ ഇവിടെയോ? ഇവിടെ അപ്പൊ പ്ലസ് ആയിരിക്കും. ഇനഫ്. അത്രേ ഉള്ളൂ. ഇത് സൗണ്ടിന്റെ കേസ്. നമുക്ക് വേണ്ടതല്ല, നമുക്ക് ലൈറ്റ്. ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഈസ് സിമ്മട്രിക്കൽ. ഇത് സിമ്മട്രിക്കൽ. മനസ്സിലായോ? മേജർ ഡിഫറൻസ് കിട്ടിയല്ലോ. ഹിയർ ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ. അപ്പോൾ എന്താ ഇതിന്റെ മീനിങ്? ഇറ്റ് മീൻസ് അപ്പാരന്റ് ഫ്രീക്വൻസി ഇസ് സെയിം വെദർ ദ സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ സ്റ്റേഷനറി ഒബ്സർവർ ഓർ ഒബ്സർവർ മൂവ്സ് ടുവേർഡ്സ് ദ സ്റ്റേഷനറി സോഴ്സ്. ഇവിടെ രണ്ടും ഒരു കേസ്. ഇവിടെ റിലേറ്റീവ് സ്പീഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. എന്താ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് റിക്വയർ നോ മെറ്റീരിയൽ മീഡിയം ഫോർ ദാറ്റ് പ്രൊപ്പഗേഷൻ. സൗണ്ട് മെക്കാനിക്കൽ വേവ്സ് ആണ്, എനിക്കറിയാം. മീഡിയം നിർബന്ധമാണ്. ഇതിന് മീഡിയം ആവശ്യമില്ല. ഓക്കെ. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണേ. ഫോർ വെലോസിറ്റീസ് സ്മോൾ കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡിനോട് കമ്പയർ ചെയ്യുമ്പോൾ വെലോസിറ്റി കുറവുള്ള സാഹചര്യത്തിൽ, ഏത് ലൈറ്റിന്റെ കേസാണ് നമ്മൾ സംസാരിക്കുന്നത്, സോഴ്സിന്റെയും ഇവിടെ സോഴ്സ് വെലോസിറ്റി അല്ലെങ്കിൽ പിന്നെ ഒബ്സർവർ വെലോസിറ്റി അല്ല നമ്മൾ സംസാരിക്കുക. മറിച്ച് റിലേറ്റീവ് സ്പീഡ് ഓഫ് സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ഓഫ് ഒബ്സർവർ വിത്ത് റെസ്പെക്ട്, അതിനെവിടെ പ്രസക്തി ഉള്ളൂ. മനസ്സിലായോ? അല്ല വെലോസിറ്റി ഓഫ് ഒബ്സർവർ വേറെ, വെലോസിറ്റി ഓഫ് സോഴ്സ് വേറെ അല്ല. ഇവിടെ രണ്ടും നമുക്ക് ഒറ്റ വെലോസിറ്റി ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അതാണ്. ഇനി ആ വെലോസിറ്റിക്ക് തന്നെ നിങ്ങൾ പേടിക്കരുത്. നമ്മളെ പ്രോബ്ലം ചെയ്ത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ടിൽ നേരത്തെ നിങ്ങൾ കണ്ട ഫൈനൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ആണ്. ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് ലൈറ്റിന് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത്. എപ്പോ ഇത് മറന്നു പോയത്? ഫോർ വെലോസിറ്റീസ് സ്മോൾ കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വരില്ല, ഇതൊന്നുമല്ല, പേടിക്കണ്ട. പക്ഷെ ഈ വി ആരാന്ന് ചോദിച്ചാൽ നോക്കൂ, വി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പേടിക്കണ്ട. ഞാൻ പറഞ്ഞു ഇത് റിലേറ്റീവ് സ്പീഡാണ്. പക്ഷെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം, പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ എഴുതണം. എങ്ങനെ? The component of relative velocity of approach or separation of source and observer along the line joining the source and the observer. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ മീനിങ് ഒന്ന് ഇവിടെ നോക്ക്. ഇതാ ഇവിടെ സോഴ്സിൽ നിന്ന് നോക്കൂ, വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ പോകുന്നു. അടാ ഇങ്ങനെ പോവാ. ഇവിടെയാണ് ഒബ്സർവർ ഉള്ളത്. ഒബ്സർവർ ഇങ്ങനെ തന്നെ മൂവ് ചെയ്യണമെന്നില്ലല്ലോ. സപ്പോസ് ഒബ്സർവർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ദ സോഴ്സ് ഇവിടെ സ്റ്റേഷനറി ആണ്, ഒബ്സർവർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോ ഇയാള് ഇത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഈ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇതല്ല നമുക്കിവിടെ വേണ്ടത്. പകരം സോഴ്സിനെയും ഒബ്സർവറിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതിലൂടെയുള്ള ഈ വെലോസിറ്റിയുടെ കമ്പോണന്റാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ വി റേഡിയൽ എന്ന് പ്രത്യേകം കൊടുത്തു കാണും. അതിന്റെ മീനിങ് ഇതാണ്. പക്ഷെ നോർമലി നമ്മളോട് ഇത് വി റേഡിയൽ എന്നൊന്നും പറയില്ല. നമ്മളോട് ഇത് നേരിട്ട് അവരിങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് പറയാം. കാരണം ഇത് വളരെ റയർ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് വരുള്ളൂ. ഒബ്സർവർ ഇവിടുന്ന് ഈ ഡിറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിന് ഇയാളുമായിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് നിർബന്ധമില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇവിടെ നിന്നുള്ള റേഡിയസിലൂടെ അവർ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നു. ആ ഡിറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് വെച്ചാൽ ഇവിടെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് വരുമ്പോൾ ഇവിടെ നോക്കൂ, അതിന്റെ റേഡിയസിലൂടെയുള്ള കമ്പോണന്റ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഫൈനലി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണോ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ അവർ തമ്മിലുള്ള സെപ്പറേഷൻ കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പാരന്റ് ഫ്രീക്വൻസി കൂടും, അപ്പോൾ ഇവിടെ പ്ലസ്. അവര് സെപ്പറേഷൻ കൂടുകയാണെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി കുറയും. അപ്പാരന്റ് ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തായിരിക്കും? ഇവിടെ മൈനസ് ആയിരിക്കും. ഇത് മാത്രമേ അതിൽ നോക്കാനുള്ളൂ. ഓക്കെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ഇതാണ് നമുക്ക് എക്സാമിന് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. പറയാം.
ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു വി ബൈ സി. ഞാൻ ഇവിടെ സൈൻ ഇട്ടിട്ടില്ല. ഇവിടെ നമുക്ക് സൈൻ എപ്പോഴാണ് വരിക എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ നമുക്ക് നോക്കൂ, ഇത് ആൾസോ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ സി. ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ ഡെൽറ്റ ന്യൂ ബൈ ന്യൂവും ഇത് തന്നെയാണ്, ഡെൽറ്റ ലാംഡ ബൈ ലാംഡയും അത് തന്നെയാണ്. ഓ, അതെങ്ങനെ അങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ഒന്ന് ഇവിടെ കൂടുകയാണെങ്കിൽ ഇവിടെ ആ സമയത്ത് എന്തായിരിക്കും, ഇവിടെ കുറയായിരിക്കും. ഇവിടെ കുറയുകയാണെങ്കിൽ ആ സമയത്ത് ഇവിടെ കൂടെയിരിക്കും. സൈന് മാറും എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ അവിടെ സൈൻ ഇട്ടിട്ട് ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു വി ബൈ സി, അതുപോലെ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു വി ബൈ സി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ പ്രോബ്ലം ഒക്കെ ചെയ്യാം. 2021 ചോദിച്ച ചോദ്യങ്ങൾ രണ്ടെണ്ണമാണ്. അത് രണ്ടും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. നോക്കാം. The formula above are valid only when the speed of source is small compared to the velocity of light. ഇപ്പോൾ നമുക്ക് source is moving at a speed of c/3 എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരിക. c/3 പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂത്തിന്റെ 1/3 സ്പീഡിൽ സോഴ്സ് മൂവ് ചെയ്യാൻ. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ c/2 മൂവ് ചെയ്യാണ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു, സ്പീഡ് ലൈറ്റിന്റെ വെലോസിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ മാത്രമേ ഇത് പറ്റൂ. അങ്ങനെ ചെറുതല്ലാത്ത ക്വസ്റ്റ്യനും ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2017 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. 2017 ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്. നോക്കൂ, ഇത് 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. എ ഗാലക്സി ഈസ് മൂവിംഗ് അവേ ഫ്രം ദ എർത്ത് at a speed of 286 kilometer per hour. The shift in the wavelength of red line is 630 nanometer. 630 red line shift 630 nanometer is red line at 630 nanometer കേട്ടോ. റെഡ് ലൈൻ അപ്പോൾ 630 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ളതിന്റെ ഷിഫ്റ്റ് എത്ര വരുന്നത്? x into 10⁻⁻10. The value of x to the nearest integer എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കൂ, നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേവ് ലെങ്ത്തിലെ ഷിഫ്റ്റ് ആണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ ലാംഡ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ സി. വേറെ ഒന്നും വേണ്ട. വേറെ നിങ്ങൾ സൈനിനെ കുറിച്ചൊന്നും ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ഗാലക്സി ഈസ് മൂവിങ് അവേ ഫ്രം ദി എർത്ത് അറ്റ് എ സ്പീഡ് ഓഫ് ന. അപ്പോൾ പിന്നെ അവിടെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ, റേഡിയൽ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അത് സ്ട്രെയിറ്റ് ആയിട്ട് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. The shift in the wavelength in the red line. ഓക്കെ, നോക്കൂ, നേരെ ഡെൽറ്റ ലാംഡ കണ്ടാൽ മതി. ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വി ആണ് വി റേഡിയൽ. അപ്പൊ വി റേഡിയൽ ഞാൻ ഇവിടെ എഴുതാത്തത് ഓൾറെഡി ഇത് വി റേഡിയൽ ആണ്. അപ്പൊ പ്രത്യേകിച്ച് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ലാംഡ ഇൻറ്റു വി ബൈ സി, ലാംഡ ഇൻറ്റു വി ബൈ സി. ലാംഡ തന്നിട്ടുണ്ട് 630 നാനോമീറ്റർ 10⁻⁻9. ദെൻ വി തന്നിട്ടുണ്ട് 286 കിലോമീറ്റർ. അപ്പോൾ 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. കാരണം കിലോമീറ്റർ പെർ അവർ അല്ല കേട്ടോ, 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഡിവൈഡഡ് ബൈ 3 into 10⁻8. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത്, ഇവിടെ 3ഉം 630 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 210 കിട്ടി. ശരിയല്ലേ? 210. ബാക്കി നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ see how much you will get. നോക്കൂ, 286 into 210 ആണ്. അപ്പോൾ 0.682 കിട്ടി. ദെൻ ഇവിടെ 0.275. അപ്പോൾ എത്രയായി? 0.6009 ശരിയല്ലേ? അപ്പോൾ നോക്കൂ, 60060 into 10⁻⁻10 മീറ്റർ എന്ന് കിട്ടി. 10⁻⁻10 മീറ്റർ ശരിയല്ലേ? അല്ല സോറി, ഇവിടെ ഡെസിമൽ ഇവിടെ കൊടുക്കണം. ശരിയല്ലേ? ക്ലിയർ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 10⁻⁻10 ആണ്. 10⁻⁻10. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ 6.0060 into 10⁻⁻10. അപ്പോൾ നോക്കൂ, നമ്മുടെ വാല്യൂ ഇവിടെ നിയറസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കില്ല. ദ ആൻസർ ഈസ് 6 ഈസ് ദ റൈറ്റ് ആൻസർ. Therefore x is approximately equal to 6 is the right answer. നോക്കൂ, 2021 ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. ഓ, ഗോപിക ശിവാനി, മുന്നത്തെ ക്വസ്റ്റ്യൻ സി ആണ് അല്ലേ? ഓക്കെ, ഏതാണത്? മാക്സിമം ടു മിനിമം. ഓക്കെ, ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം ടു മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഏതായിരുന്നത്? ഇതാണോ? ഓക്കെ, ശിവാനി ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ലല്ലോ. മിനിമം ടു മാക്സിമം ആണ് ഞാൻ ചെയ്തത് എന്നാണോ പറഞ്ഞത്? അത് മാക്സിമം ടു മിനിമം ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ ഒന്ന് ശ്രദ്ധിക്കണേ, ആ ക്വസ്റ്റ്യൻ ഏതാന്നുള്ള ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, എഗെയിൻ 2021 ചോദിച്ച ചോദ്യം നോക്കൂ. ഡോപ്ലർ ഇഫക്റ്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് 2026 അല്ല 21 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് വാട്ട് സ്പീഡ് ഷുഡ് എ ഗാലക്സി മൂവ് ഔട്ട്വേർഡ് വിത്ത് റെസ്പെക്ട് ടു ദി എർത്ത് സോ ദാറ്റ് സോഡിയം ഡി ലൈൻ അറ്റ് വേവ് ലെങ്ത് 5890 ആംഗ്സ്ട്രോം ഈസ് ഒബ്സർവ്ഡ് അറ്റ് 5896 ആംഗ്സ്ട്രോം. അതായത് നോക്കൂ, ഇതാണ് ആക്ച്വൽ വേവ് ലെങ്ത്, അതിന്റെ വേവ് ലെങ്ത് ഇതായി എന്ന് വെച്ചാൽ ഷിഫ്റ്റ് എത്രയും അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഡെൽറ്റ ലാംഡ എത്ര? ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 6 ആംഗ്സ്ട്രോം. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 6 ആംഗ്സ്ട്രോം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഈക്വൽ ടു വി ബൈ സി. നമ്മളോട് ചോദിച്ചത് വിത്ത് വാട്ട് സ്പീഡ്, വി ആണ് ക്വസ്റ്റ്യൻ. Therefore, V is equal to C into delta lambda divided by lambda. That is 3 into 10 raised to 8 into 6 into 10 raised to minus 10 divided by lambda 5890. Okay. കാൽക്കുലേഷൻ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാൽക്കുലേഷൻ റെഡി ആവണം. ബാക്കി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതിന് കറക്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ 3 into 8 18 ഡിവൈഡഡ് ബൈ 5890 അല്ലേ? 18 ഡിവൈഡഡ് ബൈ 58 നോക്കൂ, 18 അല്ലെങ്കിൽ അപ്പം ഞാനിവിടെ ഇവിടെ 3 സീറോസ് കൂടെ കൊടുത്തു. അപ്പോൾ ഇൻറ്റു 10 റേസ് ടു എത്ര കിട്ടി? 3 പോയി കഴിഞ്ഞാൽ 5 ഒന്നുകൂടെ, അപ്പോൾ 10 റേസ് ടു -5 ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 5890 ഡിവൈഡ് ബൈ 5890. കിലോമീറ്റർ യൂണിറ്റ് മാറിയിട്ടില്ലല്ലോ, ആംഗ്സ്ട്രോം ആണ്. ഓക്കെ, ആൻസർ കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് തന്നത്. ആയിക്കോട്ടെ, നമ്മൾ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ 18,000-ൽ 5890 എത്ര ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഒബ്വിയസ്ലി അത് 3 പോയിന്റ് സംതിങ് ആണെന്ന് നമുക്കറിയാം. 3 പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര വരുന്നതെന്ന്. 18,000 ഡിവൈഡഡ് ബൈ 5890. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ക്വസ്റ്റിന് ഒരു വലിയൊരു പ്രത്യേകത ഈ ക്വസ്റ്റിന് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ അത്? ആർക്കെങ്കിലും അറിയുമോ? കാരണം എനിക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഇതിന്റെ ആൻസർ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ചെയ്യാതെ തന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് യഥാർത്ഥത്തിൽ നിങ്ങളും നല്ല ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടുമായിരുന്നു. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ആരെങ്കിലും ഐഡന്റിഫൈ. ഇനി നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നുള്ളൂ, കഴിഞ്ഞു അതോടുകൂടി. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഇവിടെ, കാരണം ഞാൻ ഇത് ഡിവൈഡ് ചെയ്തിട്ടല്ല കേട്ടോ ഇപ്പൊ ആൻസർ ചെയ്തത്. ഇപ്പൊ ഡിവൈഡ് ചെയ്തിട്ടല്ല ആൻസർ ചെയ്യുന്നത്, കാരണം എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ആൻസർ 306 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെന്താ കാരണം ഞാൻ ഇപ്പൊ പറയാം. അതിപ്പോ പറയാം. എനിബഡി ഇതിന്റെ പ്രത്യേകത ഐഡന്റിഫൈ ചെയ്ത ആരെങ്കിലും? ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ 306 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ കിട്ടട്ടോ. ഈക്വൽ ടു 306 കിലോമീറ്റർ പെർ സെക്കൻഡ്. ആരും ഐഡന്റിഫൈ ചെയ്തില്ല. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നത് കണ്ടാളോ കേട്ടോ. നിങ്ങളുടെ വേവ് ഓപ്റ്റിക്സിലെ ആദ്യത്തെ സോൾഡ് എക്സാമ്പിൾ അത് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേവ് ഓപ്റ്റിക്സിലെ ആദ്യത്തെ കണ്ടോ, 10.1 കണ്ടല്ലോ. 10.1 സെയിം വാല്യൂ, സെയിം കണ്ടോ. വാട്ട് സ്പീഡ് ഷുഡ് ഗാലക്സി മൂവ് വിത്ത് റെസ്പെക്ട് ടു സോ ദാറ്റ് ദ സോഡിയം ലൈൻ അറ്റ് 589 നാനോമീറ്റർ. അപ്പൊ ഈ ഡെസിമൽ ഒഴിവാക്കിയാൽ ആംഗ്സ്ട്രോം ആയി. ഈസ് ഒബ്സർവ്ഡ് അറ്റ് 5896 ആംഗ്സ്ട്രോം, അതാണ് നാനോമീറ്റർ. സെയിം, എക്സാക്ട് സെയിം വാല്യൂ കണ്ടോ. ആൻസർ, ഈ ആൻസർ എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഈ ആൻസർ നല്ല ഉള്ളത് കൊണ്ടാണ് ആ വാല്യൂ കണ്ടപ്പോൾ തന്നെ അതാണ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് നോക്കൂ. ലാസ്റ്റ് പോയിന്റ് 2 മിനിറ്റ്സ് കൂടെ നമുക്ക് ഇനിയുള്ളൂ. നമ്മൾ ഈ നേരത്തെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. അത് വെലോസിറ്റി, സോഴ്സിന്റെയോ ഒബ്സർവറുടെയോ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയോട് നേക്കാൾ വളരെ ചെറുതാവുമ്പോഴേ ആ ട്രീറ്റ്മെന്റ് ഒക്കെ പറ്റുള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ആ കാര്യം നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്താ പറഞ്ഞത്?
ലൈറ്റിനോട് കമ്പാരബിൾ ആയ വെലോസിറ്റി ആകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇമ്പാക്റ്റിൽ ആണ് നിങ്ങൾ മീൻസ് ഇമ്പാക്റ്റ് അവിടെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളത് മോഡിഫൈ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2017 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. നോക്കൂ, അതിന് നമുക്ക് ഇതും കൂടെ അറിയാം. When the relative velocity of source of light and the observer is comparable with the velocity c, Doppler effects get modified in accordance with the special theory of relativity. അപ്പോൾ v dash is equal to നമുക്ക് നോക്കുക, ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. അകലെയാണെങ്കിലോ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക, ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക. നോക്കൂ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കൂ. ആൻ ഒബ്സർവർ ഈസ് മൂവിങ്, ഇതാണ് 2017 ക്വസ്റ്റ്യൻ. Observer is moving with half the speed of light towards a stationary microwave source emitting waves at a frequency 10 gigahertz. What is the frequency of microwave measured by the observer എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടെ സ്പീഡ് തന്നെ നോക്കൂ, ഹാഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നാ തന്നത്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു റൂട്ട് ഓഫ് സി പ്ലസ് ഓർ മൈനസ് വി ഡിവൈഡഡ് ബൈ മൈനസ് പ്ലസ് വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഇവിടെ എത്ര തന്നുള്ളത് 10 ജിഗാ ഹെർട്സ്. ആൻസറും ജിഗാ ഹെർട്സിലായതുകൊണ്ട് ഞാൻ ജിഗാ ഹെർട്സിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സി ഒബ്സർവ് ഹാഫ് മൂവ് ടുവേർഡ്സ് ആണ്, അപ്പോൾ പ്ലസ്, അപ്പോൾ സി ബൈ 2 divided by c minus c by 2. That is equal to 10 into root of 3 by 2 c into half c and c by 2 അല്ലേ, അപ്പോൾ 2 by c. അപ്പോൾ c ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റൂട്ട് 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു റൂട്ട് 3 എന്നാൽ 1.73. Therefore, you will get 17.3 gigahertz is the right answer. 17.3 gigahertz is the right answer. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ. നോക്കൂ, ഇനി നമുക്ക് ഉള്ളത് പോളറൈസേഷന്റെ 2 പ്രോബ്ലം കൂടെ നമുക്ക് ചോദിച്ചതാണ് 2021. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ആക്ച്വലി അതിലൊരു കൺഫ്യൂഷനും ഇല്ലാത്ത സാധനമാണ്. എ സോഴ്സ് ഓഫ് ലൈറ്റ്, നോക്കൂ, സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ placed ആണ്. intensity of light on the screen is I. ഓക്കെ, സോഴ്സ് വെച്ചു നേരെ സ്ക്രീൻ ഫ്രണ്ടിൽ വെച്ച സമയത്ത് നമുക്ക് ഇന്റൻസിറ്റി ഐ കിട്ടി എന്നാണ് പറഞ്ഞത്. ഇന്റൻസിറ്റി ഐ കിട്ടി. എന്നിട്ട് 2 പോളറോയിഡ്സ്, നോക്കൂ, 2 പോളറോയിഡ്സ് P1 and P2 ആർ സോ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ സോഴ്സ്. ദാറ്റ് മീൻസ് ഇത്ര ഉള്ളൂ, ഇവിടുന്ന് ഇത് ഐ വന്നു, ആദ്യത്തെ ദിസ് ഈസ് ഫസ്റ്റ് വൺ. ഇവിടെ അതിന് ഫസ്റ്റ് പോളറോയിഡ് P1, പിന്നെ നോക്കൂ അടുത്തൊരു പോളറോയിഡ് ഇവിടെ വെച്ചു, ദാറ്റ് ഈസ് P2. സോ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ, ദാറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് I by 2. ഓക്കെ, ഈ ഫസ്റ്റ് പോളറൈസറിലൂടെ വന്നാൽ എത്ര ഉണ്ടാവുക? I by 2. ഇങ്ങനെയാണ് വെച്ചെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? I by 2. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞത് ഇവിടെ എത്രയേ ഉള്ളൂ, ഇവിടെയും I by 2 ആണ്. ഓക്കെ, I by 2 ആണ് കറക്റ്റ്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ I by 2 ആണെങ്കിൽ ഇവിടെ I by 2 കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും പാരലലി അറേഞ്ച് ചെയ്തതാണ് അതിൻ്റെ അർത്ഥം. ഇനി P2 ഷുഡ് ബി റൊട്ടേറ്റഡ്, P2നെ റൊട്ടേറ്റ് ചെയ്തു ബൈ എൻ ആംഗിൾ തീറ്റ സോ ദാറ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ബിക്കം 3I by 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ്? ദാറ്റ് ഈസ് ഇവിടെ കിട്ടിയത് 3I ഡിവൈഡഡ് ബൈ 8 ആണെങ്കിൽ ഇതിനെ നമ്മൾ എത്ര ആംഗിളിൽ ടേൺ ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലേക്ക് വരുന്നത് ആരാ? I by 2. മാലസ് ലോ നേരിട്ട് അപ്ലൈ ചെയ്തോ. എന്താ മാലസ് ലോ? I is equal to, അവിടെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഈക്വൽ ടു ഇവിടുത്തെ ഇന്റൻസിറ്റി I0 എന്ന് പറഞ്ഞാൽ ഇവിടെ I by 2 കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈ I ആണ് ഇവിടെ 3I by 8. 3I ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു I by 2 കോസ് സ്ക്വയർ തീറ്റ. നോക്കൂ, I ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, 3 by 4. Therefore, you will get 3 by 4 is equal to cos square theta, or cos theta is equal to root 3 divided by 2, or theta is equal to നിങ്ങൾക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. theta is equal to 30 ഡിഗ്രി എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. റെഡി അല്ലേ? theta is equal to 30 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. Now the last question. ഇവിടെ നോക്കൂ,
Consider the diffraction pattern obtained from the sunlight incident on a pinhole of diameter 0.1 micrometer if the diameter of the pinhole is slightly increased. നോക്കൂ സ്ലിറ്റ് ബീറ്റന്റെ ഇക്വേഷൻ എന്താ? ഇത് ഡിഫ്രാക്ഷൻ ആണ്. ബീറ്റന്റെ ഇക്വേഷനിൽ ബീറ്റ ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ എ, വേർ എ ഇസ് ദ സ്ലിറ്റ് വിഡ്ത്ത്. സെൻട്രൽ മാക്സിമം ആണെങ്കിലോ, സെൻട്രൽ മാക്സിമം ആണെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു 2 കൂടി ഉണ്ടാവും. സെൻട്രൽ മാക്സിമം ആണെങ്കിൽ ഇൻറ്റു 2 ഉണ്ടാവും. അപ്പോൾ ഈ സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്താ സംഭവിക്കുക? സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീറ്റ കൂടും. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഇറ്റ് വിൽ അഫക്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ സച്ച് ദാറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ സൈസ് സ്ലിറ്റ് ഡയമീറ്റർ എത്രയാണ്? ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ബീറ്റ കുറയും, അപ്പോൾ സൈസ് ഡിക്രീസസ്. ഇന്റൻസിറ്റി ഡിക്രീസ് അല്ല, ഇന്റൻസിറ്റി കൂടുതലല്ലേ ചെയ്യുക? കൂടുതൽ ലൈറ്റ് വരുമ്പോൾ ഇന്റൻസിറ്റി കൂടും. അപ്പോൾ സൈസ് ഡിക്രീസസ്, ഇന്റൻസിറ്റി ഇൻക്രീസസ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, നമുക്ക് സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് നിങ്ങൾ വളരെ ഗൗരവത്തിൽ, കാരണം ഈ ലാസ്റ്റ് റൗണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ലാസ്റ്റ് ലാപ്പിലുള്ള ഓട്ടാണ്, വളരെ ഗൗരവത്തിൽ ഓടേണ്ടതാണ്. എസ്പെഷ്യലി ഈ സമയത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതും പ്രീവിയസ് ആസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ പ്രീവിയസ് ആസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇക്ബാൽ സാർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെടുന്നു. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ഇത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റനൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ 2021 ക്വസ്റ്റനാണ് 90% നമ്മൾ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. സിമിലർ ക്വസ്റ്റൻ തന്നെയാണ് നമുക്ക് ഇനി വരാനിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.